നീ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടിട്ട് നിങ്ങളെ മോളാണോ എന്ന് ചോദിച്ചാൽ ആ പെണ്ണിന് പെരുന്നാളാണ് ആ ദിവസം കലണ്ടറിൽ എഴുതി വെക്കും. ആ മനുഷ്യനെ മറക്കൂല. നിന്നെ മോളാ, നിങ്ങൾക്കല്ലേ എന്നെ പറ്റാത്തത്, നോക്കി കണ്ണ് വേണം എന്ന് പറഞ്ഞ് ഭർത്താവിനോടൊക്കെ ഒരല്പം ഒരു ഹുങ്കൊക്കെ കാട്ടാനൊക്കെ തോന്നും അല്ലേ? പെണ്ണുങ്ങൾക്ക് വയസ്സ് കൂടാറില്ല, അത് അങ്ങനെയാണ്. നമുക്ക് 5 വയസ്സ് കൂടുമ്പോൾ അവർക്ക് 1 വയസ്സ് കൂടുള്ളൂ. ആയിക്കോട്ടെ, ആക്കെ സമ്മതിച്ചു കൊടുക്കാം, ഒന്നും കുഴപ്പമില്ല. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു, എൻ്റെ ഖദീജയെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു മനസ്സ് അല്ലാഹു എനിക്ക് തന്നു. റുസിഖ്തു ഹുബ്ബഹാ, I have been bestowed with the love of Khadija. എൻ്റെ ഖദീജയെ സ്നേഹിക്കാനുള്ള ഒരു സ്നേഹം എൻ്റെ ഖൽബിൽ അല്ലാഹു എനിക്ക് തന്നതാണ്. എൻ്റെ ഖദീജ എനിക്ക് അത്രമേൽ ഇഷ്ടമാണ്. ആരെ? തങ്ങളെക്കാളും 15 വയസ്സ് മുതിർന്നിരുന്ന ഖദീജ ബീവിയെ. തങ്ങൾ പറഞ്ഞു, എനിക്ക് 6 മക്കളുണ്ടായി ഖദീജയിൽ. ഇബ്നാനി വ 4 ബനാത്തിൻ, 2 ആൺകുട്ടികളും 4 പെൺകുട്ടികളും എൻ്റെ ഖദീജയിലൂടെ അല്ലാഹു എനിക്ക് തന്ന മക്കളാണ്. പുണ്യനബി തങ്ങൾ പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴേക്കും ഖദീജ ബീവിയുടെ ശരീരം എത്രമേൽ തളർന്നിട്ടുണ്ടായിരിക്കും, അവശമായിട്ടുണ്ടായിരിക്കും എന്നുകൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ പ്രസവം മുഴുവനും ഖദീജ ബീവിയുടെ 40ാമത്തെ വയസ്സിന് ശേഷമാണ്. റുഖയ്യ ബീവി, സൈനബ് ബീവി, റുഖയ്യ, ഉമ്മു കുൽസൂം, ഫാത്തിമ റളിയല്ലാഹു അൻഹ, പിന്നെ ഖാസിം എന്നവരും അബ്ദുള്ള എന്നവരും 2 ആൺകുട്ടികൾ അവരുടെ ഉമ്മയാണ്. വലഖദ് ഹലകത് قبل أن يتزوجني رسول الله صلى الله عليه وسلم ب3 سنين. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്ന സിദ്ദീഖ തങ്ങളുടെ പ്രിയപ്പെട്ട മോള്, അതിസുന്ദരിയായിരുന്ന, സമർത്ഥയായിരുന്ന, ബുദ്ധിമതിയായിരുന്ന, നല്ല അറിവുണ്ടായിരുന്ന, സ്മാർട്ട് എന്ന് നമുക്കിന്ന് പറയാൻ പറ്റുമെങ്കിൽ അവരായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. സിദ്ദീഖ എന്നവരുടെ മോളാണ്. എന്നെ പുണ്യ റസൂല് കല്യാണം കഴിക്കുന്നതിൻ്റെ 3 കൊല്ലം മുമ്പ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ബീവി മരിച്ച് വഫാത്തായി. ബീവി അന്ത്യവിഷം കൊള്ളുന്ന മക്കയിലാണ്, അറിയാലോ, ജന്നത്തുൽ മുഅല്ലയിൽ. 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ റസൂല് കല്യാണം കഴിക്കുന്നത് തന്നെ. അപ്പൊ എനിക്ക് ഖദീജ ബീവി അറിയില്ല. ലിമാ കുൻതു അസ്മഉഹു യദ്കുറുഹാ, എൻ്റെ ഖദീജയെ എൻ്റെ റസൂൽ ഓർക്കുന്നത് എനിക്ക് ധാരാളം കേൾക്കാമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അസൂയ വരാൻ ഒരു കാരണം. എൻ്റെ ഖദീജയെ പുണ്യനബി ഞങ്ങൾ ഇങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹയെ ഓർത്തിട്ട് ഇങ്ങനെ പറയും, എൻ്റെ ഖദീജ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ, ഒരു നല്ല ഭക്ഷണം വീട്ടിൽ വന്നാലേ തങ്ങൾ അപ്പം പറയും, ഓ എൻ്റെ ഖദീജ ഇതൊക്കെ തിന്നാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. ബി വഫാത്തായതിനു ശേഷം ആലോചിച്ച് നോക്കി, ജീവിച്ചിരിക്കുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് നുണയൊക്കെ പറഞ്ഞ് നീ തന്നെയാണ് ലോകസുന്ദരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. മരിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റുമോ? ആ സ്ത്രീ അത് കേൾക്കുന്നില്ല, നമ്മുടെ ഭാര്യ ജീവിച്ചിരിപ്പില്ല. എന്നിട്ട് ഞാൻ ഒരു കാര്യം എൻ്റെ ചേർത്ത് പറയട്ടെ, ഇതുമായി ബന്ധപ്പെട്ടതല്ല, എന്നാലും എനിക്കൊരു കണക്ഷൻ കിട്ടിയതുകൊണ്ട് പറയാം. നമ്മളെ അള്ളാഹു നമുക്കൊക്കെ ആയുസ്സ് തരട്ടെ. മരിച്ചു കഴിഞ്ഞാൽ ലേഖനം, അനുസ്മരണ പതിപ്പ്, അനുസ്മരണ സമ്മേളനം, എന്നിട്ട് പറയും നല്ല മനുഷ്യനായിരുന്നു, നിങ്ങൾക്കറിയണോ, എന്നിട്ട് പറഞ്ഞിട്ട് അങ്ങനെ ആ മനുഷ്യൻ ചെയ്ത നന്മകളൊക്കെ പറയും. ജീവിച്ചിരിക്കുമ്പോൾ ഈ സാധുവിന് ഇതൊന്നും ഒന്നും കേൾക്കാൻ നമ്മൾ അവസരം കൊടുക്കൂല. മരിക്കണ വരെ ഉണ്ടെന്നില്ലല്ലോ നമ്മള്. മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയും, ഭയങ്കര അങ്ങനെ പറയാവത് വേറെ വിഷയം. ഇതൊക്കെ മഹാസിന മൗത്താക്കും, മരിച്ചവരെ പറ്റി നല്ലതേ പറയാവൂ. പക്ഷെ ആ നല്ലത് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞൂടെ? അയാളെ മുമ്പിൽ പറയണ്ട, ഒരാളെ മുമ്പിലിരുത്തി പറയാൻ പാടില്ല. എന്നാലും ആ മനുഷ്യൻ ജീവിച്ചിരിക്കെ അയാളുടെ അഭാവത്തിൽ അയാൾ ചെയ്ത നന്മകളെ, അയാൾ ചെയ്ത സൽക്കർമ്മങ്ങള് നമ്മൾ എപ്പോഴെങ്കിലും പറയാറുണ്ടോ? നമ്മൾ പറയാറ് മരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നോട്ടീസ് ഇറങ്ങും. വാട്സപ്പിലൊക്കെ എഴുതി താഴോട്ട് പോയി 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 കുഴങ്ങും. നമ്മൾ അത്രക്കും ജീവിച്ചിരിക്കുന്ന ഈ സാധുവിന് ഇത് കേൾക്കാനൊരു അവസരം ഉണ്ടായിട്ടുണ്ടാവില്ല. രോഗിയായി കിടന്നിട്ട് 2-2.5 കൊല്ലം കഴിഞ്ഞു, നമ്മൾ പോയി നോക്കിയിട്ടില്ല. ഇനി മരിച്ചാൽ എല്ലാവരും ഒരുമിച്ച് കൂടും, ഗൾഫിൽ നിന്ന് ഒരാൾ വരും. ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യനൊരു മുഖം കാണിച്ചു കൊടുത്ത്, പഴയകാല ആ പറമ്പിൽ പന്ത് കളിച്ചിരുന്ന ചങ്ങാതിമാരല്ലേ നമ്മളൊക്കെ ഒന്ന് പറഞ്ഞ് ഒന്ന് ചെന്ന് നോക്കി ആ മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ. ക്യാൻസർ പിടിപെട്ട് കിടക്കാൻ, രക്ഷപ്പെടുമോ എന്നറിയില്ല. ആ മനുഷ്യന്റെ കണ്ണിന് സന്തോഷം കൊടുക്കാൻ ഇടക്കൊന്ന് പോയി നോക്കുക. അതൊന്നും മരിക്കണവരെ കാത്തിരിക്കും. മരിച്ചു കഴിഞ്ഞാൽ രാവിലെ മുതൽ നമ്മളവിടെ അങ്ങനെ ഇരിക്കും. ആയിക്കോട്ടെ, അതും നല്ല കാര്യം തന്നെ. ഇത്തബിഉൽ ജനായിസ്, ജനാസന്റെ കൂടെ പോകണം. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാൻ കഴിയണം എന്നാണ്.
ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ജീവിച്ചിരിക്കുമ്പോൾ നബി തങ്ങൾ ചെയ്തുവെന്ന് മാത്രമല്ല, ബീവി റളിയല്ലാഹു അൻഹ മരണപ്പെട്ടതിന് ശേഷം, ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം, ലിമാ കുൻതു അസ്മഉഹു യദ്കുറുഹാ, ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഓരോരോ നന്മകൾ ഹബീബ് ഇങ്ങനെ പറയാറുള്ളത് ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് ഖദീജ ബീവിയോട് എന്തെന്നില്ലാത്ത അസൂയ തോന്നിയിട്ടുണ്ട്. അസൂയ എന്ന് പറഞ്ഞാല് നമ്മളെ പാടില്ലാത്ത അസൂയല്ല കേട്ടോ, ഒരു ഭാഷയിൽ പറയുന്ന വാക്ക് അത്രയേ ഉള്ളൂ. അസൂയ ഒരു കുശുമ്പ് എന്നൊക്കെ പറയില്ലേ, നിങ്ങളിവിടെ എന്താ പറയുക എനിക്കറിയില്ല, അങ്ങനെ പറയില്ല, ഒരു കുശുമ്പ് തോന്നുന്നതൊക്കെ. وَلَقَدْ أَمَرَهُ رَبُّهُ أَن يُبَشِّرَهَا بِبَيْتٍ فِي الْجَنَّةِ مِنْ قَصَبٍ. എൻ്റെ ഭർത്താവായ ഹബീബായ റസൂലിനോട്, ഹബീബിൻ്റെ മുൻ ഭാര്യയായിരുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹു ആജ്ഞാപിച്ചു റസൂലിനോട്, ഖദീജ ബീവിയോട് പറയണേ നബിയേ, അവർക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ട്. മിൻ ഖസബിൻ, ഒറ്റമുത്തിനാലുള്ള വീട്. ഖസബ് എന്ന് പറഞ്ഞാൽ അൽ-ലുഅ്ലുഅത്തുൽ വഹീദത്തുൽ കബീറ, വലിയ ഒരു ഒറ്റമുത്തിനാണ് ഖസബ് എന്ന് പറയാ. ഒരൊറ്റ മുത്ത്, അതാണ് വീട്, അതാണ് കൊട്ടാരം. അത്രമേൽ വലിപ്പമുള്ളൊരു മുത്ത്, ഒറ്റമുത്തിനാൽ ഒരു കൊട്ടാരം ഖദീജ ബീവിക്ക് അല്ലാഹു വെച്ചിട്ടുണ്ടെന്ന് നബിയെ ഖദീജയോട് പറയണേ റളിയല്ലാഹു അൻഹാ. അപ്പൊ ബീവി നബി നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പോയിരുന്നു. ഭക്ഷണം ഉണ്ടാക്കി വരുമ്പോഴാ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന്, നബിയെ ഖദീജ ബീവി ഇപ്പൊ നിങ്ങൾക്ക് ഭക്ഷണവുമായി വരുന്നുണ്ട് കേട്ടോ, ഒരു കാര്യം പറയണേ. ഞാൻ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു എന്ന് പറയണേ. മലക്കുകളാണ്, അവർക്ക് ആണും പെണ്ണും എന്ന ജെൻഡർ ഇല്ലാത്തവരാണ് മലക്കുകൾ. മുഅമ്മനൂൻ, അവരിൽ നിന്നൊരു ഫിത്ന ഒന്നും ഉണ്ടാവില്ല, അവര് പ്രേമിക്കാൻ പോകുന്നല്ല, അവർ അല്ലാഹുവിന്റെ മലക്കുകളാണ്. ഞാൻ സലാം പറഞ്ഞു എന്ന് ഖദീജ ബീവിയോട് പറയണേ. പിന്നെ അല്ലാഹു അസ്സലാമു അലൈക്കും എന്ന് ഖദീജ ബീവിയോട് സലാം പറഞ്ഞിട്ടുണ്ട്, അതും ഒന്ന് അറിയിക്കണേ. പിന്നെ ഒറ്റമുത്തിനാലുള്ള ഒരു കൊട്ടാരം ഖദീജ ബീവിക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ലാ നസബ ഫീഹാ വലാ സുഹബ്, ശാന്തമായ സുന്ദരമായ, ഒരു ബഹളമോ ഒരു അസ്വസ്ഥതയോ തോന്നാത്ത അതിസുന്ദരമായ ഒരു ഭവനം ഖദീജ ബീവിക്ക് അല്ലാഹു വെച്ചിരിക്കുന്നു. അപ്പോൾ ബീവി ഭക്ഷണവുമായിട്ട് ഇങ്ങനെ വരികയാണ് ഹബീബിൻ്റെ മുമ്പിലേക്ക്. ഈ ഭക്ഷണം എന്നതൊരു വലിയ കണക്ഷനാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുക, ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്. പിന്നെ ആണുങ്ങളോട് പറയണേ, ദയവ് ചെയ്തിട്ട് ഒരു ഉപ്പ് കൂടിയെന്ന് വിചാരിച്ചിട്ടോ എരിവ് ഏറിയെന്ന് വിചാരിച്ചിട്ടോ ഒരു ഭക്ഷണത്തെയും കുറ്റം പറയരുത്. കാരണം അതിന് ഉള്ളരിഞ്ഞുണ്ടാക്കേണ്ട പണി നമ്മൾ ഒന്ന് അരിഞ്ഞു നോക്കാത്തത് കൊണ്ടാണ്. ഒരു കറി കുറ്റം പറഞ്ഞ് 2 വാക്കിലൂടെ ഇതെന്ത് കറിയാ എന്ന് പറയാൻ വല്ല പണിയുണ്ടോ? ആ കറിക്ക് അവർ വെള്ളം ചൂടാക്കണം, കൈ പൊള്ളിയിട്ടുണ്ടാവും, ചിലപ്പോൾ കത്തി കയ്യിന് കൊണ്ടിട്ടുണ്ടാവും, ഉള്ളി വേണം, നോക്കുമ്പോൾ നല്ല ഉള്ളി ഒന്നും കിട്ടുന്നുണ്ടാവില്ല, അയൽപക്കത്ത് നിന്ന് തൽക്കാലം ഒന്ന് വടക്കല്ലല്ലോ എന്താ പറയാ, അവരൊന്ന് വായ്പക്ക് വാങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ എന്തൊക്കെ കഷ്ടം. അതിൻ്റെ അടുത്ത് കുട്ടി കരഞ്ഞ്, അപ്പോഴേക്ക് കുട്ടീൻ്റെ ഡയാപ്പർ പാമ്പേഴ്സ് മാറ്റി കൊടുക്കാൻ, അപ്പോഴേക്കും ഒരാൾ ബെല്ലടിച്ചു, ഇതാന്ന് റെസിറ്റ് കയറ്റി വന്നിട്ട് ഇവരൊക്കെ ഇതിൻ്റെയൊക്കെ ഇടയിലാണ് വരുന്നുണ്ട്. അപ്പം ഇച്ചിരി ഉപ്പിട്ടോ ഓർമ്മല്ലാണ്ട് ഇച്ചിരി പേരിട്ട് പോയിട്ടുണ്ടാവും. നമ്മൾ ജുമ കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഒരു വല്ലാത്ത വിശപ്പാണ്. അങ്ങനെ ഖത്തീബ് ഉസ്താദ് മിമ്പറുമ്മ കയറി പിന്നെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നല്ലേ, അപ്പോൾ അടങ്ങിയിരിക്കുമ്പോൾ വയറ്റിലെ കാര്യം പിന്നെ ഓർമ്മ വരിക. അതാണ് ജുമ കഴിഞ്ഞാൽ വല്ലാത്ത, വേറൊന്നും ചിന്തിക്കാനില്ലല്ലോ, അടങ്ങിയിരിക്കണ്ടേ, ഫോൺ പേയിൽ നോക്കാൻ പാടില്ല. ഖത്തീബ് ഉസ്താദ് മിമ്പറുമ്മ ഖുത്ബ ഓതുമ്പോൾ ഖുർആൻ ഓതാൻ വരെ പാടില്ല, ദിക്റെല്ലാം വരെ പാടില്ല എന്നാണ്. അൻസിത്തു, മിണ്ടാതിരുന്ന് കേൾക്കാം. അപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ടോ, വിശപ്പുണ്ടോ, വിശപ്പൻ ഈ ഓർമ്മയിലാണ് ഓടുന്നത്. അപ്പോൾ പിന്നെ ചെല്ലുമ്പോഴേക്കും ഭക്ഷണം കിട്ടണം. അതാ ജുമ കഴിഞ്ഞാൽ പിന്നെ വലിയ ക്ഷമ ആർക്കും ഉണ്ടാവില്ല. ഇനി റമളാൻ വന്നാൽ ഭയങ്കര ക്ഷമയായിരിക്കും അല്ലേ? റമളാൻ ഇപ്പോൾ അങ്ങനെ അക്ഷമ കാണിക്കുന്നുണ്ടോ? നമ്മളെ മൈൻഡാണ് വിഷയം. റമളാനിൽ വരെ ഒരു രക്ഷയില്ല, നോമ്പ് തുറക്കാൻ നേരാവാതെ. അപ്പം മടങ്ങിയിരിക്കും. ആ ഭക്ഷണം അവർ വിളമ്പിത്തരും, ഇച്ചിരി നേരം വൈകും, എന്തെങ്കിലും കുഴപ്പം, അപ്പം കുറ്റം പറഞ്ഞു ചെയ്യരുത്. ഭക്ഷണം നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്ന ഒരു സംഗതിയാണ്. നല്ല റെസ്റ്റോറൻറ്റുകൾക്ക് ഒരു ഡെക്കറേഷനും പരസ്യം വേണ്ട, ആൾക്കാർ അങ്ങോട്ട് ഓടിയെത്തും. ചിലപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ ബെഞ്ചൊക്കെ ആയിരിക്കും, എന്നാലും എന്താ തിരക്ക് എന്ന് പറയും. ഇപ്പുറത്ത് ലക്ഷറി ആയിട്ട് ഏസിട്ട് വെച്ചിട്ട് ഒരു മനുഷ്യൻ കയറുന്നുണ്ടാവില്ല. എന്തേ? ഭക്ഷണം സ്വാദില്ല എന്ന് പറയും അല്ലേ? ഭക്ഷണം മനസ്സിനെ ആകർഷിക്കുന്നൊരു സംഗതിയാണ്. നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന വീട്, ആ വീട്ടുകാര്, ആ നാട്ടുകാര്, അവരോടൊക്കെ വല്ലാത്തൊരു ഇഷ്ടം തോന്നും അല്ലേ? ഇപ്പൊ ടയറൊക്കെ എല്ലാം ഉണ്ടാക്കുന്നത്, ടയറൊക്കെ ഇട്ട് നാട്ടിൽ ഗൾഫിലേക്ക് പോവാണല്ലേ, ഗൾഫിലേക്ക് ടയർ എക്സ്പോർട്ട് ചെയ്യണം നമ്മള്. MRFന്റെ ടയറല്ല, നമ്മുടെ
തൊട്ടിൽപ്പാലത്തെ കുറ്റ്യാടിയിൽ ടയർ, അൽഹംദുലില്ലാ. അപ്പം അതിൻ്റെ കൂടെ കറിയൊക്കെ കൊടുത്തയക്കും. എന്തോ ഒരു സന്തോഷം. നീ എന്തേ കൊണ്ടുവന്നു? അതുവരെ വയറ് നിറച്ച് തിന്നോനും ഗൾഫിൽ നിന്ന് വന്നു എന്ന് പറയുമ്പോൾ ഇറച്ചി മത്തലൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പോയി അടിക്കും അല്ലേ. അതൊരു ഇഷ്ടമാണ്. ഭക്ഷണം എന്നത് നമ്മുടെ ഒരു വികാരമാണ്, നമ്മുടെ അതൊരു രസമാണ് അല്ലേ. അൽഹംദുലില്ലാ. ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു വീട്ടിൽ പോയി. വയനാട്ടിലായിരുന്നു ഇന്നലെ. അപ്പോൾ രാത്രി 11 മണിക്ക് ഞങ്ങളുടെ സുഹൃത്ത് കാണണമെന്നൊക്കെ സന്തോഷം പറഞ്ഞു. പരിപാടി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. രാത്രി 12 മണി വരെയൊക്കെ എത്തിയപ്പോഴേ അപ്പോൾ അവിടെ ഇച്ചിരി ബീഫ് എന്തോ റെഡിയാക്കി വെച്ച്, പിന്നെ ഓരോ ഫ്രൂട്ട്സും അതൊക്കെ വെച്ചിട്ടുണ്ട്. അത് വെറുതെ അതിൽ ഒരു ഉണ്ണിയപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ബീഫ് ആകുമ്പോഴേക്ക് പഴംപൊരിയാണല്ലോ വേണ്ടത്, അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു ഉണ്ണിയപ്പാണ് വയനാട്ടിലെ ട്രെൻഡ് എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ വെച്ച് ഇങ്ങനെ കഴിച്ചു. കുറച്ച് ശരി, രാത്രി ഭക്ഷണം കഴിക്കാറ് കുറവാണ്. അപ്പോൾ ഏതായാലും ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഡയറ്റാണ്, നമ്മൾ അതാണ് പറയാൻ പറ്റില്ലല്ലോ. ആ വീട്ടുകാരുടെ സന്തോഷത്തിന് ഒക്കെ കഴിഞ്ഞു പോകുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുണ്ട് ഷാഫി പറഞ്ഞു, ഉസ്താദെ 11 മണിക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ വിഷാണെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഈ പറഞ്ഞ എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച ആളാണ്. ആ സമയത്തൊന്നും പറയാതെ റൂമിലേക്ക് എത്താൻ നേരത്തെ പറയണത് 11 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ അത് വിഷമാണ്. പക്ഷെ നമ്മൾ കഴിച്ചു പോവും. അത് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം നമ്മൾ കാണുമ്പോൾ നമ്മൾ കഴിച്ചു പോകും, ഇച്ചിരിയാണെങ്കിലും അല്ലേ. അപ്പം നമ്മൾ ടൈം തെറ്റിയിട്ടുണ്ടെന്നോ ഡയറ്റാണെന്നോ അതൊന്നും നമ്മൾ നോക്കുന്നില്ല. എന്തേ, നമ്മുടെ മനസ്സിന് അത്രമേൽ സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണത്. പുണ്യനബി തങ്ങൾ പറഞ്ഞു, തങ്ങൾ ഒരു ഭക്ഷണത്തെയും തങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല. ഒരു ഭക്ഷണത്തെയും നബി തങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല ജീവിതത്തിൽ, ഒരു ഭക്ഷണത്തെയും. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ തങ്ങളത് തിന്നും, തങ്ങൾ ഇഷ്ടപ്പെട്ടില്ലേ തങ്ങളത് തിന്നൂല. ഉടുമ്പ് കൊണ്ടുവന്നു തങ്ങളുടെ തീന്മേശയിൽ. തങ്ങളുടെ ബനീ ഹിലാൽ ഗോത്രത്തിലെ ഒരു പെണ്ണ് തങ്ങൾക്കൊരു ഉടുമ്പിനെ പൊരിച്ചു കൊണ്ടുപോയി കൊടുത്തു. ഉടുമ്പില്ലേ, അപ്പൊ തങ്ങളത് കഴിക്കുന്നില്ല. അപ്പൊ ഖുറൈശികൾ അത് കഴിക്കാറില്ലായിരുന്നു. അപ്പൊ തങ്ങൾ പറഞ്ഞു, ഇതെന്റെ നാട്ടിൽ ഞാൻ കഴിക്കാത്തതാണ്, അതുകൊണ്ട് ഇന്നി ആഫുഹ, എനിക്കത് വേണ്ടാന്ന് തങ്ങൾ പറഞ്ഞു. അപ്പൊ ഒരു സ്വഹാബി, നബി അത് ഹറാമാണോന്ന്, ഉടുമ്പ് ഹറാമാണോന്ന് ചോദിച്ചു. പൊന്നാര ചങ്ങാതിമാരെ, ഇത് പോലീസ് പിടിക്കൂല്ലേ എന്ന് എനിക്കറിയില്ല, ഞാൻ മസല പറഞ്ഞിരുന്നത്. അത് തങ്ങൾ പറഞ്ഞു അത് ഹറാമല്ല. കേസും കൂട്ടം പോലീസ് സ്റ്റേഷനുകൾ നോക്കേണ്ടി വരും. ഞാൻ മസല പറയണത് ഹറാമാണോ ഹറാമല്ല. ഇതങ്ങോട്ട് പറഞ്ഞപ്പോ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ആ ഉടുമ്പിനെ ഇങ്ങോട്ട് വലിച്ചിട്ട് ഒറ്റയ്ക്ക് മുഴുവൻ കഴിച്ചു എന്നാ. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഇഷ്ടപ്പെട്ടില്ല, തങ്ങൾ കഴിച്ചില്ല. തങ്ങൾ ഇതെന്താ അങ്ങനെയൊന്നും തങ്ങൾ പറയൂല. ഇഷ്ടപ്പെട്ടില്ലേ തങ്ങൾ കഴിക്കൂല. അപ്പൊ അവർ ചോദിച്ചു ഹറാമാണോ, തങ്ങൾ പറഞ്ഞു ഹറാമല്ല, പക്ഷെ എനിക്ക് എന്റെ നാട്ടുകാർ ഖുറൈശികൾ അത് കഴിക്കാറില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു യോദ്ധാവാണ്, സൈഫുല്ലാഹിൽ മസ്ലൂൽ, അള്ളാഹുവിന്റെ വാളെന്നറിയപ്പെടുന്ന മഹാൻ, അതെടുത്ത് കഴിച്ചു എന്നാ റളിയല്ലാഹു തആല അൻഹു. മാ ആബ റസൂലുള്ളാഹ്, ഹി നെവർ കംപ്ലൈൻസ് ഓഫ് എനി ഫുഡ്. ഒരു ഭക്ഷണവും നമ്മൾ എന്തെങ്കിലും നമുക്ക് അഭിപ്രായം പറയാം, കുറ്റം പറയാം, ഇത് എന്ത് ഭക്ഷണം അങ്ങനെ പറയരുത്. അടുത്ത പ്രാവശ്യം ഉപ്പൊക്കെ ഒന്ന് കുറച്ചാൽ നന്നായിരിക്കും കേട്ടോ എന്ന് പറയാം. ഇച്ചിരി കൂടുന്നുണ്ടോ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വയറിനൊക്കെ നല്ലതല്ലേ, ഇച്ചിരി നോക്കണേ, ബാക്കിയൊക്കെ റെഡിയാണ്, ഉഷാറാണ് എന്ന് പറയാം, അഭിപ്രായം പറയാം. പക്ഷെ കുറ്റം പറയരുത്. അത് കാരണം അത് ഉണ്ടാക്കി വെക്കുന്ന മനുഷ്യനുണ്ടാക്കുന്ന വേദന, അത് ആണായാലും പെണ്ണായാലും ഭയങ്കര വേദനയായിരിക്കും. അതുണ്ടാക്കുന്ന ആളുകളുടെ വിഷമം നമ്മൾ കാണണം. അത് റെസ്റ്റോറൻറ്റ് പോയിട്ടും എന്തായാലും പൈസ കൊടുക്കേണ്ടി വരും. മുണ്ടാണ്ട് പോവുക, അടുത്ത പ്രാവശ്യം വരണ്ട. അവിടെ ചെന്നിട്ട് തട്ടിക്കയറരുത്, എന്ത് ഫുഡാണ് അങ്ങനെയാണെങ്കിൽ പറ്റിയിട്ടില്ലേ, ആരങ്ങോട്ട് വിളിച്ചെടുത്ത് നമ്മൾ പോയി കഴിച്ചതല്ലേ. അപ്പൊ അവരുടെ ബില്ല് വാങ്ങിച്ച് കൊടുക്കുക, പിന്നെ പൊയ്ക്കോ, കുറ്റം പറയരുത്. ഇത് മുസ്ലിമിന്റെ ഒരു സംസ്കാരമാണ്. പുണ്യനബി ഞങ്ങളത് വീട്ടിൽ നിന്ന് തുടങ്ങി. ഒരാളോടും ഒരു ഭക്ഷണവും ഹബീബ് കുറ്റം പറഞ്ഞില്ലെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങൾക്കൊന്ന് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇന്നത്തെ വേള. പറഞ്ഞു കൊടുക്കും, മൂല്യരെ പറഞ്ഞു കൊടുക്കുക, നമ്മൾ വീട്ടിലൊക്കെ തന്നെയാണ് പ്രശ്നം എന്നൊക്കെ ചിലപ്പോൾ ഉള്ളിലവർ പറയുന്നുണ്ടാവും. അങ്ങനെ കുറ്റം പറയുന്നവരുണ്ടാ? ഇന്നു മുതൽ പറയണ്ട. ആ അന്നത്തെ കള്ളാട്ട വേള മുതൽ പിന്നെ കുറ്റം പറഞ്ഞിട്ടില്ല എന്ന് കേൾക്കണം. അൽഹംദുലില്ലാഹ്. ഓക്കെ, അന്ന് വിചാരിച്ച പെണ്ണുങ്ങളെ എന്തെങ്കിലും മുളവെള്ളം കുത്തി കലക്കി കൊടുക്കും വേണ്ടേ, മര്യാദക്ക് ഉണ്ടാക്കി കൊടുക്കണേ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖദീജ റളിയല്ലാഹു അൻഹ ഭക്ഷണവുമായി വരുമ്പോഴാണ് ഈ സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം, അവർക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഇൻകാന ലയദ്ബഹുശാത്ത്, ഹബീബായ നബി തങ്ങൾ ചിലപ്പോഴെങ്കിലും ആടിനെ അറുക്കുമായിരുന്നു. നബി തങ്ങൾ ആടിന്റെ മാംസം കിട്ടുമ്പോ
ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികളുടെ വീട് നോക്കിയിട്ട് അതിൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തുകൊണ്ട് തങ്ങൾ പറയും, ഇത് ഖദീജയുടെ ആ കൂട്ടുകാരിക്ക് കൊണ്ടുപോയി കൊടുക്ക്, ഇത് ഖദീജയുടെ ഈ കൂട്ടുകാരി കൊണ്ടുപോയി കൊടുക്ക്. തങ്ങൾക്ക് അവരറിയാം. തൻ്റെ ഭാര്യയുടെ കൂട്ടുകാരികളുമായി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണം എന്നതിന് അർത്ഥമല്ല കേട്ടോ, അങ്ങനെയൊന്നും ചിന്തിക്കരുതേ. മഅദല്ലാഹ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികളെ നബി തങ്ങൾക്കറിയാം. അതുകൊണ്ട് തങ്ങൾ പറയും, അവരുടെ വീടുകളിലേക്ക് ഇത് കൊണ്ടുകൊടുക്കണേ എന്ന്. വീട്ടിലേക്ക് കൊണ്ടുവന്ന മാംസത്തിൽ നിന്ന് ഓരോരോ അംശങ്ങൾ ബീവിയുടെ കൂട്ടുകാരികളെ നബി തങ്ങൾ കൊണ്ടുപോയി കൊടുക്കും. ഇതെപ്പോഴെന്നറിയോ? ബീവി വഫാത്തായതിനു ശേഷവും. ബീവി ജീവിച്ച് ഖദീജ ബീവി ഇത് കാണുന്നുണ്ടോ? ആലമുൽ അർവാഹിൽ അത് കാണുന്നുണ്ടാകാം. അല്ലാഹുവിൻ്റെ ഹബീബ് ബീവിയോടുള്ള പ്രതിബദ്ധതയെ, ആ സ്നേഹത്തെ നബി തങ്ങൾ കാണിച്ചു തരാൻ. ഇതാണ് പ്രേമം, ഇതാണ് സ്നേഹം, ഇതാണ് സ്നേഹം. അല്ലാതെ ഇങ്ങനെ ഫേസ്ബുക്കിൽ രണ്ട് ഇമോജി വിടലല്ല സ്നേഹം. സ്നേഹം എന്ന് പറയുന്നത് ഇതാണ്, ഖൽബിൽ നിന്ന് ഖൽബിലേക്ക്, റൂഹിനോട് ശരീരത്തോട് മാത്രമല്ല ആത്മാവിനോട്, ആ വ്യക്തിയോടുള്ള സ്നേഹം. കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾക്ക് ആരെങ്കിലും ഒരു ഗിഫ്റ്റ് കൊണ്ടുപോയി കൊടുത്താൽ, ഇദ്ഹബൂ ഇലാ ഫുലാന ഫഇന്നഹാ കാനത് സദീഖതൻ ലിഖദീജ. എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, ഒരു ഭക്ഷണം അൻസ്വാരികൾ കൊണ്ടുപോയി കൊടുത്താൽ തങ്ങൾ ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല. എന്നാൽ തങ്ങൾ പറയും, വീട്ടുകാരുടെ ആവശ്യം കഴിഞ്ഞ് തങ്ങൾ പറയും, ഇതിൽ നിന്ന് ഒരൽപ്പം ആ ഇത്താക്ക് കൊണ്ടുപോയി കൊടുക്കണമേ. എന്തുകൊണ്ട്? കാനത്ത് സ്വദീഖത്തൻ ലി ഖദീജ, എൻ്റെ ഖദീജയെ ഇഷ്ടപ്പെട്ടിരുന്ന ഖദീജയുടെ കൂട്ടുകാരിയാണവര്. ഇതൊക്കെ പറഞ്ഞപ്പോഴേ ഒരു പെണ്ണിനോടും തോന്നാത്ത അസൂയ എനിക്ക് ഖദീജ ബീവിയോട് തോന്നിയിട്ടുണ്ട് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ എൻ്റെ ബീവി പറഞ്ഞു, പൊന്നാര നബിയേ, മാ തുരീദു മിംറഅത്തിൻ ഹംറാഇ ശിദ്ഖൈൻ വഖദ് അബ്ദലകല്ലാഹു ഖൈറൻ മിൻഹാ. പൊന്നാര നബിയേ, മോണകൾ ചെമന്ന് പോയി, പല്ലുകൾ കാണാനില്ലാതെ ചെമന്ന മോണകൾ, മോണ മാത്രമുള്ള പല്ലില്ലാതെ മോണ മാത്രമുണ്ടായിരുന്ന ഒരു പെണ്ണിന് ഇത്രമേലങ്ങ് സ്നേഹം കൊടുക്കണമോ? വഖദ് അബ്ദലകല്ലാഹു ഖൈറൻ മിൻഹാ, ആ മഹദിയേക്കാളും എത്രയോ മുന്തിയ പെണ്ണിനെ അല്ലാഹു നിങ്ങൾക്ക് പകരം തന്നിട്ടില്ലയോ ഭാര്യയായിട്ട്? അതായത് ഞാൻ ആയിഷ ബീവി പറഞ്ഞില്ല, ബീവി ഉദ്ദേശിച്ചത് അതാണ്. ഞാനിവിടെ ഉണ്ടായിരിക്കെ, വളരെ യങ് ആയിരിക്കെ, എനർജറ്റിക് ആയിരിക്കെ, വളരെ ബ്യൂട്ടിഫുൾ, പ്രെറ്റി, ഫെയർ, ഇത്രയും ഭംഗിയുള്ള സൗന്ദര്യം അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ടല്ലോ. ചെറുപ്പക്കാരിയായ, പ്രായം കൊണ്ട് ചെറുപ്പമായ ഞാൻ അങ്ങയുടെ കൂടെ ഉണ്ടായിരിക്കെ മോണകൾ ചെമന്ന് പല്ല് പൊഴിഞ്ഞു പോയി പ്രായം കൊണ്ടും മരിച്ചുപോയ ഒരു പെണ്ണിനോട് നബിയേ നിങ്ങൾ ഇത്രത്തോളം സ്നേഹം കാണിക്കണമോ? ഞാൻ പറയുന്നത് കുറച്ച് യുക്തിവാദികൾ ഈ ഹദീസൊക്കെ ഒന്ന് കേൾക്കണം. വെറും ആയിഷ ബീവിന്റെ കഥ മാത്രമേ അവർ പഠിച്ചിട്ടുള്ളൂ. അപ്പുറമുള്ള ആവശ്യമുള്ളതല്ലേ അവർക്ക് ആവശ്യമുള്ളത് മാപ്പുറത്തേക്ക് മറിച്ചു നോക്കുക പോലുമില്ല. യുദ്ധങ്ങളുടെ ആയത്തുകളൊക്കെ അതിൻ്റെ ആ ആയത്തിൻ്റെ ഇപ്പുറം നോക്കിയാൽ തന്നെ മനസ്സിലാകും അത് നാട്ടുകാരെ കൊല്ലാനുള്ള ആഹ്വാനമല്ല ഈ പറയണത്, അത് യുദ്ധ സാഹചര്യത്തിൽ ഇറങ്ങിയ. പക്ഷെ നോക്കൂല എന്ന പോലെ ആയിഷ ബീവിനെങ്ങനെ പൊന്നാറ് ചങ്ങായന്മാരെ, ആയിഷ ബീവിക്കൊരു പരാതിയില്ല, പിന്നെ എന്തിനാ നിങ്ങൾ ഇവിടെ കിടന്ന് പോകേണ്ട കാര്യം? ബീവി റളിയല്ലാഹു അൻഹ എൻ്റെ റസൂൽ എനിക്ക് മാത്രം വേണമെന്നാ പറയും. നിങ്ങൾ പറയുന്നത് ഏജ് ഡിഫറൻസ് അല്ലേ? ആയിഷ ബീവിക്കില്ലാത്ത പരാതി എന്തിനാ കൂട്ടരെ നിങ്ങൾ കാണിക്കണേ? ബീവി പെറ്റീഷൻ കൊടുത്തോ പോലീസ് സ്റ്റേഷനിൽ? എൻ്റെ റസൂലിന് പ്രായം കൂടുതലാ, എൻ്റെ വാപ്പ നിർബന്ധം. ആയിഷ ബീവി എന്താ പറയുക? എൻ്റെ റസൂല് എനിക്ക് കിട്ടണം, വേറെ ആരുടെ പോകാൻ പാടില്ല. എന്നിട്ട് ബീവി പറയാ, എൻ്റെ മടിയിൽ തലവെച്ചുകൊണ്ടാണ് ഹബീബ് വഫാത്തായത്, അത് എൻ്റെ ഭാഗ്യമാണ്. അങ്ങനത്തെ ഒരു പെണ്ണ് നിങ്ങൾ ഇവിടെ ശ്രീ സ്വാതന്ത്ര്യം പറഞ്ഞ ഒച്ചപ്പാടുണ്ടാക്കണമല്ലോ, വേറെ എന്തൊക്കെ ഇവിടെ പ്രശ്നങ്ങളാണ്, അതിൽ കടപെട്ടൂടെ? ആയിഷ ബീവിൻ്റെ വിഷയം വലിയ ചർച്ച, കുറേ ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി മാറിയിരിക്കണം ഇപ്പോൾ അല്ലേ? ഇസ്ലാമിന് കുറച്ച് ഇപ്പം അതിൻ്റെ രസമല്ല. എപ്പോഴും തന്നെ പറഞ്ഞു, നമ്മൾ പിന്നെ ഭയങ്കര ക്ഷമൻ്റെ ആൾക്കാരായതുകൊണ്ട് നമ്മൾ കേൾക്കാതെ നിന്നതുകൊണ്ട് അവർ തോറ്റത്. ഇതിനൊക്കെ ഒച്ചപ്പാടുണ്ടാക്കാൻ നിന്നാൽ എന്തൊക്കെ പറയേണ്ടി വരും? ഓരിപ്പം മിണ്ടാണ്ടായിപ്പോയി, എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നായിക്കോട്ടെ, പഠിക്കും മക്കളെ. ഖദീജ ബീവിയെ കുറിച്ച് പഠിക്കുക. അവരല്ലേ നബി തങ്ങളുടെ കൂടെ ഏറ്റവും കൂടുതൽ ജീവിച്ച മഹദി. ആയിഷ ബീവി ഹബീബിന്റെ കൂടെ ജീവിച്ചത് 6 കൊല്ലത്തേ ഉള്ളൂ. ബാക്കി 25 കൊല്ലം ജീവിച്ച ഭാര്യ ഖദീജ ബീവി. അവരുടെ ചരിത്രം പറയേ, അതെന്താ പറയാത്ത? രണ്ടും പറയണ്ടേ? അതല്ലേ അതിന്റെ മാന്യത, നീതി അതല്ലേ? പൊന്നാര നബിയേ, മാ തുരീദു മിംറഅത്തിൻ ഹംറാഇ ശിദ്ഖൈൻ വഖദ് അബ്ദലകല്ലാഹു ഖൈറൻ മിൻഹാ.
ഇത്രമേൽ പവിത്രമായ ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ, അനുരാഗത്തിന്റെ, സ്നേഹത്തിന്റെ, പ്രേമത്തിന്റെ എത്ര മഹിതമായ മകുടോദാഹരണം മരണപ്പെട്ടതിന് ശേഷവും പുണ്യനബിയെ ചെറുപ്പക്കാരിയായ ഞാനുണ്ടായിരിക്കെ തൊണ്ണുകൾ ചമന്നുപോയ, പല്ലുകൾ പൊടിഞ്ഞുപോയ, പ്രായാധിക്യത്താൽ മരിച്ചുപോയ ഖദീജ ബീവി എന്തിനാണ് ഇത്രത്തോളം സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഇന്നഹാ കാനത് കൈത വകൈത്, എൻ്റെ ആയിഷയുടെ സ്വഭാവം പോലെ മോളെ, എൻ്റെ ഖദീജയുടെ സ്വഭാവം പോലെ മോളെ ആയിഷ നിങ്ങൾക്ക് ആവാൻ കഴിഞ്ഞിട്ടില്ല. കാനത് കൈത വകൈത്, ഷി വാസ് വണ്ടർഫുൾ. എൻ്റെ ഖദീജയെ പോലെ നിനക്കാവാൻ കഴിയില്ല ആയിഷ. വകാനലി മിൻഹാ വലദ്, എനിക്ക് അല്ലാഹു ഖദീജയിൽ നിന്നല്ലേ മക്കളെ തന്നത്. മക്കളുണ്ടാവുക എന്നത് വലിയൊരു ബോണ്ടാണ്. വിവാഹമോചനമൊക്കെ നടക്കുമ്പോൾ വലിയ വേദന അതാണ്. അല്ലാഹുയുടെ മനസ്സിനൊക്കെ സമാധാനം കൊടുക്കട്ടെ. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പിരിയേണ്ടി വന്നിട്ടുണ്ടാവും, മക്കളുണ്ടാവും. ആ മക്കളെ ഉപേക്ഷിച്ച് ആ പെണ്ണിനെ ഉപേക്ഷിക്കേണ്ടി വന്നേക്കും, അല്ലെങ്കിൽ ആ ഭർത്താവിനെ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അതിൻ്റെ പേരിൽ മരണം വരെ ജീവിതത്തിൽ അപ്പോൾ കുഞ്ഞിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, കുഞ്ഞിനെ കാണാൻ കൊതിയാകുമ്പോൾ അപ്പോഴേക്ക് ഇപ്പുറത്ത് വാശി കാണിച്ചു കൊടുക്കൂല. അങ്ങനെ ചെയ്യണ്ട, വാപ്പയല്ലേ ഉമ്മയല്ലേ, മക്കളെ കാണിച്ചു കൊടുക്കാതിരിക്കാൻ പാടില്ല, അതിനെ വാശി പിടിക്കരുത്. അതൊക്കെ മനുഷ്യ ജീവിതത്തിൽ അള്ളാഹു വെച്ച ബന്ധങ്ങളാണ്, മുറിച്ചു മാറ്റാൻ കഴിയില്ല. ഭാര്യയും ഭർത്താവുമായി അവർ പിരിഞ്ഞേക്കാം, തൊലാക്ക് ചൊല്ലിയേക്കാം, പക്ഷെ കുഞ്ഞിനവർ ഉമ്മയാണ്, ഉപ്പയാണ്. ആ ബന്ധം നമ്മൾ ആരും മുറിച്ചു മാറ്റരുത്. ഒരു വാശിയുടെ പേരിലും കാണിച്ചു കൊടുക്കാതിരിക്കുക, ഫോൺ ചെയ്യാതിരിക്കുക, അവരെ കാണാൻ അനുവദിക്കാതിരിക്കുക, ആരും ചെയ്യരുത്. വാശിയൊക്കെ നമുക്കുണ്ടായി, നമ്മളൊക്കെ മനുഷ്യന്മാരങ്ങനെ തന്നെയാണ്. എന്നാലും വാശി അതിൻ്റെ പരിധിക്കപ്പുറത്തേക്ക് പോകരുത്. ഒരു മക്കളുണ്ടാകുമ്പോൾ, കുഞ്ഞുണ്ടാകുമ്പോൾ ആ ബന്ധത്തിന് വല്ലാത്ത ഒരു ഖനം വരും. അതുകൊണ്ട് അല്ലാഹുവേ, കുഞ്ഞുങ്ങളുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ദമ്പതികൾ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് കൺകുളിർമയുള്ള മക്കളെ ഈ രാത്രിയുടെ ഞങ്ങളുടെ പ്രാർത്ഥന നീ സബബായി നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിലോ ഹബീബിന്റെ മറ്റു ഭാര്യമാരിലോ നിബിതങ്ങൾക്ക് മക്കളുണ്ടായിട്ടില്ല. ആകെ മക്കൾ ജനിച്ചത് ഒരേ ഒരു ഭാര്യ ഖദീജ ബീവി, പിന്നെ അടിമ സ്ത്രീയായിരുന്ന മാരിയത്തുൽ ഖിബ്തിയ ബീവി, അവരിൽ നിന്ന് ഇബ്രാഹിം എന്ന കുഞ്ഞ് ജനിച്ചു. അവരൊക്കെ ഒരു 1.5 വയസ്സിലോടുകൂടെ ആൺകുട്ടികളൊക്കെ വഫാത്താവുകയും ചെയ്തു. റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. വകാന ലീ മിൻഹാ വലദുൻ, എനിക്ക് അല്ലാഹു ഖദീജയിൽ നിന്നാണ് മക്കളെ തന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഖദീജ എത്രമേൽ ഇഷ്ടമാണ്. നോക്കണം, ശരീരം അവിടെ വിഷയമല്ല, ശരീരത്തിന്റെ സൗന്ദര്യം അവിടെ വിഷയമല്ല, ശരീരത്തിന്റെ തകർച്ചയും തളർച്ചയും ഒന്നും അവിടെ ആ സ്നേഹത്തെ ഒരിക്കലും അത് ബാധിച്ചില്ല. ബീവി വഫാത്താകുന്നവരെ തങ്ങൾ വേറെ കല്യാണവും കഴിച്ചില്ല. റളിയല്ലാഹു തആല അൻഹ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മരിക്കുന്നത് വരെ. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പെണ്ണുങ്ങൾ പെർഫെക്റ്റ് ആവണമെന്നില്ല, അവരിൽ പെർഫെക്ഷൻ നമ്മൾ കണ്ടെത്തണമെന്നാണ്. പെണ്ണുങ്ങളെ നമ്മൾ കണ്ടെത്തുന്ന പുരുഷന്മാർ, നമ്മുടെ ഭർത്താക്കന്മാർ എല്ലാം തികഞ്ഞ ഭർത്താവണമെന്ന് ഒരു നിർബന്ധമല്ല, ആവൂല. പക്ഷെ ആ ഭർത്താവിൽ നമ്മൾ സന്തോഷം കണ്ടെത്തണം. അത് മരണം വരെയും അതിനപ്പുറത്തേക്കും നീണ്ടു നിൽക്കേണ്ട ബന്ധമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറ്റൊരു അനുഭവം പറയുന്നുണ്ട്. ജാഅത് അജൂസുൻ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന്റെ മുമ്പിലേക്ക് ഒരു വൃദ്ധയായ ഒരു ഉമ്മ വന്നു. ഫർതഅലഹാ വഖറജ്, ഞങ്ങൾ വീട്ടിൽ കിടക്കുകയാണ്, ഒരു വൃദ്ധയായ ഉമ്മ സലാമു അലൈക യാ റസൂലല്ലാഹ്, ഹബീബിനോട് സലാം പറഞ്ഞ് വാതിൽക്കൽ വന്നപ്പോ ഫർതഅലഹാ, തങ്ങളങ്ങോട്ട് ആവേശത്തോടെ കട്ടിൽ നിന്നങ്ങോട്ട് എഴുന്നേറ്റ് വാതിൽക്കലേക്ക് ഓടി സല്ലല്ലാഹു അലൈഹി വസല്ലം. കയറിയിരിക്കുന്നു പറഞ്ഞു. ആയിഷ ബീവി ഇങ്ങനെ കാണുകട്ടോ, ആരായി വന്നത് എന്ന് ബീവിക്ക് അറിയും വേണം. അങ്ങനെയാണ്, തൻ്റെ ഭർത്താവിന് താനല്ലാത്ത മറ്റാരോടെങ്കിലും എന്തെങ്കിലും ഇഷ്ടം തോന്നുന്നുണ്ടോ എന്ന് ഏതൊരു പെണ്ണിനും തോന്നും. അവരത് നിരീക്ഷിക്കുകയും ചെയ്യും. കൈഫ അൻതും, എന്താ നിങ്ങളുടെ വിശേഷം, എങ്ങനുണ്ട് തങ്ങൾ ചോദിക്കുക ഉമ്മയോട്. കൈഫ ഹാലുക്കും, എന്താണ് നിങ്ങളുടെ അവസ്ഥ. കൈഫ കുൻതും ബഅദനാ, ഞങ്ങൾ മദീനയിലേക്ക് പോന്നതിന് ശേഷം നിങ്ങളുടെ മക്കയിലെ ജീവിതം പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ഉമ്മ. അപ്പൊ ഉമ്മ പറഞ്ഞു ബിഖൈർ
ബിഅബി അൻത വഉമ്മി യാ റസൂലല്ലാഹ്. എല്ലാം ഖൈറാണ് നബിയേ. അവർ പറഞ്ഞ ശൈലി നോക്കണം. ബിഅബി അൻത വഉമ്മി, എൻ്റെ ഉമ്മയും എൻ്റെ വാപ്പയും എനിക്ക് നഷ്ടപ്പെട്ടാലും എനിക്ക് അങ്ങ് വേണം റസൂലേ യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ എൻ്റെ ഉമ്മയെക്കാളും വാപ്പയെക്കാളും എനിക്ക് അങ്ങയാണ് ഇഷ്ടം നബിയേ. ഉമ്മയും വാപ്പയ്ക്ക് എന്നോ മരിച്ചുപോയ വല്യമ്മയെ പറയണത്, പക്ഷെ പറയുമ്പോൾ അങ്ങനെ പറയാം. റസൂലുള്ളാഹി തങ്ങളുടെ സ്നേഹം അങ്ങനെയാ. തങ്ങൾ അവരെക്കാളൊക്കെ എത്രയോ പ്രായം കൊണ്ട് ചെറുതാണ്. പക്ഷെ നബി തങ്ങളുടെ ഇൽമ്, തങ്ങളുടെ നുബുവത്ത്, തങ്ങളുടെ റിസാലത്ത്, അതിനെ ബഹുമാനിക്കണം. ഇതിങ്ങനെ പറഞ്ഞപ്പോൾ ആയിഷ ബീവി വാതിൽക്കെന്ന് ഇങ്ങനെ കാണുക. എന്താ ചോദ്യം? കൈഫ അൻതും കൈഫ ഹാലുക്കും കൈഫ കുൻതും ബഅദനാ. അപ്പോൾ ഉമ്മാന്റെ മറുപടി ബിഖൈരിൻ ബിഅബി അൻത വഉമ്മി യാ റസൂലല്ലാഹ്. അങ്ങനെ അവർ വെള്ളമൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ബീവി പറയുന്നു, ഞാൻ നബിയോട് ചോദിച്ചു, എൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു ദേഷ്യം വന്നു, ഒരു ഈർഷ്യത വന്നു, ഒരു ഗീറത്ത് വന്നു. യാ റസൂലല്ലാഹ് തുഖ്ബിലു അലാ ഹാദൽ അജൂസി ഹാദൽ ഇഖ്ബാൽ. പ്രായമായ ഒരു ഉമ്മയോട് നബിയെ ഇത്രമേലങ്ങ് ഇഷ്ടം കാണിക്കുകയോ? ആയിഷബീവിക്ക് ആലോചിച്ചാൽ മതി, എനിക്ക് 18 90 കഴിഞ്ഞ ഉമ്മയല്ലേ അത്, ഇനിയിപ്പോൾ എന്ത് റസൂലുള്ളാഹി നിങ്ങൾ അവരെ കെട്ടാൻ പോകുന്നൊന്നുമില്ലല്ലോ. എന്നാലും തൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനെ ഇഷ്ടപ്പെടൂ എന്നതൊരു പെണ്ണിൻ്റെ വലിയൊരു ബേജാറാണ്. അങ്ങനെ ബേജാറ് വരാതിരുന്നാലാ ബേജാറാവേണ്ടത് അല്ലേ? നിങ്ങളോടൊരു ഇഷ്ടമില്ല എന്നല്ല പിന്നെ മൂപ്പര എന്തേ എനിക്കൊരു പ്രശ്നം. അങ്ങനത്തെ പെണ്ണുങ്ങളുണ്ട്. മൂപ്പർക്ക് പോകേണ്ടടുത്തൊക്കെ പോയിക്കോട്ടെ, എനിക്കും കുട്ടിയേക്കും ചെലവിൽ എന്നാൽ മതി, അമ്മയ്ക്കൊരു പ്രശ്നമില്ല. ഭർത്താവിനോട് ഒരു ഇറ്റ് സ്നേഹമല്ല എന്നതിൻ്റെ അർത്ഥം. എന്തെങ്കിലും കുരുത്തക്കേട് കാട്ടിയിട്ടുണ്ടാവും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ദേഷ്യം വന്നു. എന്താ ഇപ്പോൾ ഈ വല്യമ്മയോട് എന്തിനാ നബിതങ്ങൾ ഇങ്ങനെ? അത് കൊഞ്ചിക്കൊഴിഞ്ഞൊന്നുമല്ല, നബിതങ്ങൾ വിശേഷം അന്വേഷിച്ചിട്ടേ ഉള്ളൂ. അപ്പം ഹബീബിൻ്റെ മറുപടി ആയിഷ ബീവി എന്നെ പറഞ്ഞിരുന്നത് റളിയല്ലാഹു അൻഹാ. തങ്ങൾ പറഞ്ഞു, യാ ആയിഷ ആയിഷ ഇന്നഹാ കാനത് തഅതീനാ സമന ഖദീജ. ഖദീജ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ഭക്ഷണം ചോദിച്ചു വരാറുണ്ടായിരുന്ന ഉമ്മയായിരുന്നു ആ ഉമ്മ. ഖദീജ ബീവിനെ ചങ്ങാതിച്ചിയോ അല്ലെങ്കിൽ കൂട്ടുകാരിയോ ഒന്നല്ല. ഖദീജ ബീവി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ ഉമ്മ വരാറുണ്ടായിരുന്നു. അത് മതി, തങ്ങൾക്കത് ഇഷ്ടമായി. എന്തേ? എൻ്റെ ഖദീജയെ അന്വേഷിച്ച് വരാറുണ്ടായിരുന്ന ഒരു ഉമ്മയാണല്ലോ, അതുകൊണ്ട് ആ ഉമ്മയോട് നബി തങ്ങൾക്ക് വല്ലാത്ത ബഹുമാനം തോന്നി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ആരോടുള്ള ബഹുമാനമാണ്? ഭാര്യയായ ഖദീജ ബീവിയോടുള്ള സ്നേഹമാണ്. അവിടെയും ഖദീജ ബീവിയെ കണക്ട് ചെയ്തു. അയ്യാമ ഖദീജ. പുരുഷന്മാരെ, നമ്മളൊക്കെ ഇതിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ മാതൃകയാക്കാൻ പറ്റുമോ? ഇനി ബാക്കി പറയണോ? വല്ലതും നടക്കുമോ? നമ്മുടെ കുടുംബിനികളെ, നമ്മുടെ വീട്ടുകാരെ, നമ്മുടെ സഹധർമ്മിണിയെ നമുക്ക് സ്നേഹിക്കാൻ കഴിയാൻ അല്ലാഹു അതിനെ തൗഫീക്ക് തരട്ടെ. അങ്ങനെയുള്ള സൗഹൃദ ബന്ധങ്ങളായി മാറുക. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ തീരണം. അല്ലാഹു എല്ലാം പരിഹരിക്കട്ടെ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു സഹോദരിയുണ്ട്, ഒരു അനിയത്തിയുണ്ട്. ആ അനിയത്തിയുടെ പേരാണ് എന്ത്? ആർക്കറിയോ? നല്ലൊരു മോഡേൺ പേരാ, കുട്ടികൾക്കൊക്കെ പോയിട്ട് കാണാറുണ്ട്. ഖദീജ ബീവിയുടെ അനിയത്തിയുടെ പേര് ഖദീജ ബിൻത് ഖുവൈലിദ്. ഖുവൈലിദിന്റെ മകൾ ഖദീജ ബീവി, അവരുടെ അനിയത്തിയുണ്ട്. അവരുടെ പേരാണ് ആര് പറഞ്ഞോ? ഉത്തരം പറഞ്ഞാൽ ഞാൻ സമ്മാനം തരുവേ. ഗൂഗിൾ അമ്മാവനോടൊന്നും ചോദിക്കരുതേ, ഓർമ്മയുള്ളവർ പറയണം. ചെറിയൊരു പേരാ, നല്ല ഷോർട്ട് ആൻഡ് സ്വീറ്റ്സ്. പറഞ്ഞല്ലോ. ആരാ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞേ? ഹാല ബീവി അല്ലേ? നിങ്ങളെ പേരെന്താ? സഫ്വാൻ. നിങ്ങൾ ഗൂഗിൾ നോക്കിയൊന്നല്ലല്ലോ. ഉസ്താദിന്റെ വേല കേട്ടതാണെന്ന്. മാഷാ, വേല കേൾക്കുന്നുണ്ടല്ലേ? ഞാൻ സമ്മാനം തരട്ടെ ഒരു വർക്കത്തിന്. വരി. സഫ്വാൻ ഒരു ഉത്തരം പറഞ്ഞു. വേല കേൾക്കാറുണ്ടായിരുന്നു. കേട്ടാ പോലെ ചിലപ്പോൾ ഇങ്ങനെ ഉറങ്ങി കേൾക്കും. ചിലപ്പോൾ ഉറങ്ങാൻ നേരത്തെ കേൾക്കണമല്ലൊക്കെ ഉണ്ട്. എന്നോട് പലരും പറയില്ല, ഞാൻ ഉറങ്ങുള്ള വേല ഇട്ടാ ഉറങ്ങലെന്ന്. ഞാൻ ആയിക്കോട്ടെ, എന്നാലും പാട്ട് ഇട്ടിട്ടൊന്നുമല്ലല്ലോ എന്ന് വിചാരിക്കും. പരപ്പണി ഇൻഷാ അല്ലാഹ് അല്ലാഹു കൊണ്ട് നല്ല ബർക്കത്ത് പൈസ ഒക്കെ വരട്ടെ അല്ലേ? പരപ്പണിയൊക്കെ അല്ലാഹ് ഖൈറാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്, വേഗം പൂർത്തിയാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ 10 ലക്ഷത്തിൻ്റെ ചെക്കൊന്നുമല്ല കൊടുത്തത്,
കണ്ണുള്ളിക്കൽ നിങ്ങൾ. അൽഹംദുലില്ലാ, അള്ളാഹു ഖൈറാക്കി കൊടുക്കട്ടെ. ആമീൻ. 5 ചോദ്യം ഉണ്ടെങ്കിൽ പറഞ്ഞൊരു ഉസ്താദ്, ഞങ്ങൾ റെഡിയാണ് കേട്ടോ. ഇല്ല, ഹാല ബീവി റളിയല്ലാഹു അൻഹ, ബീവിയുടെ പേരാണ് ഹാല. ഹാല ബിൻത് ഖുവൈലിദ്. ഹാല എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ പൂർണ്ണചന്ദ്രനായി ഉദിച്ചു നിൽക്കുമ്പോൾ ആ ചന്ദ്രന്റെ പ്രകാശത്തിന്റെ ഇടയ്ക്ക് ഒരു കിണർ പോലെ ഒരു വട്ടം കാണാം. ആ വളയത്തിനാണ് ഹാല എന്ന് പറയാം. സൗന്ദര്യം എന്നർത്ഥത്തിനാണത്. സൗന്ദര്യമുള്ളവൾ ഹാല. ഇനി അടുത്ത് എനിക്ക് കുട്ടിക്കൊക്കെ ഞാൻ ഹാലാക്കി മാറ്റണ്ട. എല്ലാവർക്കും ഒരേ പേര് വേണ്ട, പേര് മാറ്റിയിട്ടോളൂ, കുഴപ്പമില്ല. അൽഹംദുലില്ലാ. എന്നാലും സഹാബിയത്താണ് ട്ടോ. സഹാബിയത്തുകളും സഹാബിമാരും അവരുടെ പേരൊക്കെ ഇട്ടോളി. അൽഹംദുലില്ലാ, ബറക്കത്താണ്. ഹാല ബീവി റളിയല്ലാഹു അൻഹ പുണ്യനബി തങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ഫഖാമ ഫർതഅലഹാ, പുണ്യനബി തങ്ങൾ എഴുന്നേൽക്കുകയും ബീവിയുടെ ശബ്ദം കേട്ടപ്പോൾ ഹബീബായ നബി തങ്ങൾ ആവേശത്തോടെ വീട്ടിൽ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്തു. നേരത്തെ വന്ന വല്യമ്മന്റെ വിഷയത്തിൽ തങ്ങളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒന്ന് പൂർത്തിയാക്കട്ടെ. ഇന്ന ഹുസ്നൽ അഹദി മിനൽ ഈമാൻ. ആയിഷ ബീവി, ഞാൻ ആ ഉമ്മയോട് വല്ലാതെ അടുപ്പത്തിലും സ്നേഹത്തിലും ബഹുമാനത്തിലും സംസാരിച്ചതിൽ നിങ്ങൾക്ക് വിഷമം തോന്നിയോ? ഇന്ന ഹുസ്നൽ അഹദി മിനൽ ഈമാൻ. ഒരു മനുഷ്യനോട് നന്നായി പെരുമാറുന്നത് ഈമാനല്ലേ ആയിഷ? ഒരാളോട് നന്നായി പെരുമാറണ്ടേ? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പെരുമാറിയത്. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്നു, ഒരുപക്ഷെ ആ നാട്ടിലെ ഏറ്റവും കുരുത്തം കെട്ട ആളായിരിക്കും ചിലപ്പോൾ. പക്ഷേ നമ്മുടെ വീട്ടിൽ വന്ന് അവർക്ക് ചായ കൊടുക്കണം, കയറിയിരിക്കാൻ പറയണം, ഭക്ഷണം കൊടുക്കണം, സന്തോഷിപ്പിക്കണം. എന്തേ? നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥിയെ സ്വീകരിക്കുകയാണ്. മനുഷ്യന്മാര് അയാളൊരു കൊള്ളാത്ത മനുഷ്യനാന്ന് പറയരുത് എന്നാണ്. അയാളുടെ പോരക്ക് പോവാണ്ടിരിക്കുക നല്ല, അങ്ങനെ പറയരുത്. ഒരു മനുഷ്യൻ മോശ സ്വഭാവക്കാരനാണെന്ന് പറയുന്നത് മുഅ്മിനീങ്ങളെ പറ്റി പറയാൻ പാടില്ല എന്നാണ്. എത്ര മോശപ്പെട്ട ആളാണെങ്കിലും തങ്ങൾ അവരോട് ഏറ്റവും നന്നായിട്ട് പെരുമാറാം. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഒരു അനുഭവം പറയുന്നുണ്ട്. തങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല അയാളെ, പക്ഷെ അദ്ദേഹം വന്നപ്പോഴേ തങ്ങൾ റൂമിൽ വിരിപ്പണ് വിരിച്ചു കൊടുത്തിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അന്നത്തെ സോഫയ്ക്ക് അത്രയേ ഉള്ളൂ, വിരിപ്പ് വിരിച്ചിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അയാളോട് കുറേ വർത്തമാനം പറഞ്ഞു. എന്നിട്ട് അയാൾ എണീറ്റ് പോവാണ്. അപ്പൊ ആയിഷ ബീബി ചോദിച്ചു, പൊന്നാര നബിയെ, നിങ്ങൾക്ക് അയാളെ തീരെ ഇഷ്ടമല്ലല്ലോ. അതെ ആയിഷ, പിന്നെ എന്തിനാ നിങ്ങൾ ഇത്രയും നേരം അയാൾ വേഗം പിരിച്ചു വിട്ടാൽ പോരായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ആയിഷ, ഞാനൊരു മോശ സ്വഭാവക്കാരനാണ് എന്ന് പറയപ്പെടുന്നത് എനിക്കിഷ്ടമല്ല ആയിഷ. കാരണം ഇതൊക്കെ നാട്ടിലത്തെ CCTV ആയിരിക്കുവേ. ഈ ഒരാൾ മതിയാവും നാട് മൊത്തം പറഞ്ഞു നടന്ന ഫസാദ് ഉണ്ടാക്കാൻ. ചില ആളുകൾ അങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ അവരാകെ പ്രശ്നമാക്കും. പക്ഷേ സൽസ്വഭാവം മുഅ്മിനിന്റെ കൂടെ പിറപ്പാണ്. ഇന്ന ഹുസ്നൽ അഹദി മിനൽ ഈമാൻ. നല്ല പെരുമാറ്റം ഈമാനിന്റെ അടയാളമല്ലയോ ആയിഷ? അതുകൊണ്ടാണ് ഞാൻ അവരോട് അത്രമേൽ സൗമ്യതയോടെ സ്നേഹത്തോടെ പെരുമാറിയത്. ഖദീജ ബീവി ജീവിച്ചിരിക്കുന്ന കാലത്ത് വരാറുണ്ടായിരുന്ന ഉമ്മയാണത്. ഹാല ബീവി കടന്നു വരുമ്പോഴും നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉച്ചനേരത്ത് കിടക്കുകയാണ്, വിശ്രമിക്കുകയാണ്. അപ്പോഴാണ് ബീവി റളിയല്ലാഹു അൻഹ വന്നത്. തങ്ങൾ എഴുന്നേറ്റു. ഫർതഅലഹ, ആവേശത്തോടെ എഴുന്നേറ്റു. അതാണ് ഫർതഅലഹ. അങ്ങനെ അങ്ങോട്ട് ചെന്നപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അപ്പോഴും ഒരു ചെറിയൊരു പ്രശ്നം തോന്നി. ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, എന്തേ എന്ന് ചോദിക്കുമ്പോ ഹബീബായ നബി തങ്ങളുടെ മറുപടി എന്താണ്? പൊന്നാര ഖദീജ ആയിഷ ഹാലയുടെ ശബ്ദം കേട്ടപ്പോൾ, ഹാലയുടെ അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് ഹാലയുടെ സലാം കേട്ടപ്പോൾ എനിക്കെന്റെ ഖദീജയുടെ അസ്സലാമു അലൈക്കും എന്ന് ഓർമ്മ വന്നു. ആ ശബ്ദം ഖദീജയുടെ ശബ്ദം തന്നെ. എത്ര കൊല്ലം കഴിഞ്ഞിട്ടായി പറയണമെന്നറിയോ? അതാണ് ഹബീബിന്റെ സ്നേഹം, അതാണ് കുടുംബ ബന്ധം, അതാണ് ഭാര്യയും ഭർത്താവും എന്ന് പറയുന്ന ബന്ധം. അങ്ങനെയാണ്. നമ്മുടെ വീട്ടിൽ സന്തോഷമുണ്ടോ, നമുക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും. അല്ലാതെ നമ്മൾ നാട്ടുകൂടെ പോരെ നടന്നിട്ടൊന്നൊരു കാര്യമില്ല. പുരക്ക് ചെന്ന് സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എന്ത് സമാധാനമാണ്? അതുകൊണ്ട് ഏറ്റവും നല്ല സ്വഭാവവും നല്ല സ്നേഹവും നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ വീട്ടുകാർക്കാണ്. അത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുക്കണ വീട്ടുകാരെ പോലെ പോകും. അതാ സംഭവിക്കുന്നത്. നമ്മളത് കൊടുക്കണം, അതിൽ പിശിക്കരുത്. പെണ്ണുങ്ങളും പിശിക്കരുത്.
ഭർത്താക്കന്മാരോട് നല്ല നിലക്ക് സ്നേഹത്തോടെയുള്ള വാക്കുകൾ പറയാം. നമുക്ക് ഇച്ചിരി ദേഷ്യമൊക്കെ അങ്ങ് വന്നെന്നൊരു പെണ്ണുങ്ങളുടെ പ്രകൃതത്തിൽ അങ്ങനെയുണ്ടെന്ന് തങ്ങൾ പറയാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറയുമ്പോഴൊക്കെ വാക്കൊക്കെ പിന്നെ ആലോചിക്കുക, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന്. എന്നാലും ഒന്ന് നന്നാക്കി പറയും. തങ്ങൾ പറഞ്ഞു, മാ ഖദബ മൻ അസ്ലഹ ബൈന ഇത്നൈൻ, രണ്ടാളുകളെ മസ്ലഹത്ത് ചെയ്യാൻ വേണ്ടി ഒരു മനുഷ്യൻ ചിരി നുണയൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ചത് നുണയല്ല. എങ്ങനെ രണ്ടാളും കണ്ട അങ്ങോട്ടോട് കൊല്ലുമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. അങ്ങനത്തെ പിന്നെ മൂപ്പർക്ക് നിങ്ങളോട് നന്നാവണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങളിത് വീട്ടിലേക്ക് വരുമ്പോൾ ഇറക്കി വിട്ടാലോ എന്ന് പേടിച്ചിട്ടാ അവിടെ പറയും. പുറത്ത് പോയിട്ട് പറയാം തന്നെ നിങ്ങളോട് നന്നാവണമെന്ന് മൂപ്പർക്കുണ്ട്. അപ്പോൾ ഇവർ രണ്ടാളെ മനസ്സിലും അങ്ങനെയാണ്. അവർ കണ്ടുമുട്ടുമ്പോൾ കെട്ടിപ്പിടിച്ച് കരയും, അവർ നന്നാവും. ഇയാൾ പറഞ്ഞ നുണയായിരിക്കും ചിലപ്പോൾ, രണ്ടാൾക്ക് അങ്ങനെ പൂതി ഉണ്ടായിട്ടേ ഇല്ല. പക്ഷെ ആ നുണ പറഞ്ഞത് നുണയല്ല. എന്തേ? അത് രണ്ടാളെ നന്നാക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറഞ്ഞു വഹദീസുൽ മർഇ മഅ സൗജതിഹി, ഒരു ഭാര്യയോട് തൻ്റെ ഭർത്താവ് പറയുന്നതും, പിന്നെ വഹദീസുൽ മർഅതി മഅ സൗജിഹാ, ഒരു ഭർത്താവിനോട് ഭാര്യ പറയുന്നതിലും ഇച്ചിരി ഇങ്ങനെ കുറച്ച് മസാലയൊക്കെ എങ്ങനെ നിങ്ങൾ എന്നെയായിട്ട് ഏറ്റവും നല്ല പുതിയാപ്പിളാന്നൊക്കെ പറയും ഇവിടെ. അപ്പോൾ ഇയാൾ അങ്ങോട്ട് ഇടി, നിന്റെ അത്ര സൗന്ദര്യമുള്ള ഒരു പെണ്ണിന് എനിക്ക് ഭാഗ്യമല്ലേ നിന്നെ ഞാൻ കല്യാണം കഴിച്ചത്. ശരിക്കും ശരിക്കും ആ നോണയൊക്കെ പറയണ്ടാവുക. പക്ഷെ അതിൽ കുഴപ്പമില്ല. പിന്നെ ഓവറായിട്ട് സോപ്പിട്ടാൽ കള്ളി പൊളിയിട്ടോ, ഒരു പാകത്തിനെ പറയാൻ പറ്റുള്ളേ. എല്ലാത്തിനും ലെവലുണ്ടല്ലോ, ഒരു ഓവറാവരുത് എങ്ങണ്ടല്ലോ, തോന്നരുത് അവർക്ക്. ഇതെന്തിനാണെന്നറിയോ? സ്നേഹം ഉണ്ടാവാൻ അതൊക്കെ ആവശ്യമാണ്. ഇത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും എഴുതി വിടും, അപ്പോൾ അവരിപ്പോൾ പോകും. പിന്നെ എന്ത് നമ്മൾ വിളിച്ചിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്നേഹത്തിൻ്റെ വർത്തമാനങ്ങൾ പറയാ. 60 വയസ്സാകുമ്പോഴേക്കും ഉമ്മ കോലായിലും വാപ്പ വടക്കണിയിലും ഇങ്ങനെ കിടക്കണ്ട, രണ്ടാളും ഒരു റൂമിൽ തന്നെ കിടന്നോ, ഒരു കുഴപ്പമില്ല. എന്നാലും മക്കൾ എന്ത് ഈ മക്കളൊക്കെ ഉണ്ടായത് നിങ്ങൾക്ക് രണ്ടാൾക്കല്ലേ, ഇനിയിപ്പോൾ എന്ത് വിചാരിക്കാനാ? ഒരുമിച്ച് കിടക്ക്, നിങ്ങൾ ഒരുമിച്ച് ഉറങ്ങുന്നതിന് എന്ത് കുഴപ്പമുള്ളത്? നാണക്കേട്, രണ്ടാളും ഒരു റൂമിൽ 2 കട്ടിലിടുക, നിങ്ങൾ ആ മൂലക്ക് എന്നെ തൊടാൻ വരരുതേ. പൊന്നാരോ 60-70 കഴിഞ്ഞിട്ട് ഇനി എന്ത് തൊട്ടാലും എന്ത് സംഭവിക്കാനാ? അതുകൊണ്ട് പേടിക്കേണ്ട, ഒരുമിച്ചിരിക്കേ. നിങ്ങൾ ഒരുമിച്ച് സ്നേഹത്തോടെ മരണം വരെ കഴിയുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടം. ശരീരം കൊണ്ട് അകലുമ്പോൾ മനസ്സുകൊണ്ട് അകലും. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് മനസ്സുകൾക്ക് പൊരുത്തമുണ്ടാകാൻ പറയുന്ന വാക്കുകളിൽ ഇച്ചിരി കളവ് കയറിപ്പോയാലും അത് നുണയായിട്ട് അള്ളാഹു എഴുതൂലെന്നും അതിന് കൂലിയുണ്ടെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനെന്നറിയോ? നമ്മുടെ വീടുകൾ സുരക്ഷിതമാവണം, നമ്മുടെ വീടുകൾ സന്തോഷത്തിന്റെ വിളനിലകളാവണം. ഇപ്പോൾ ഭാര്യയെ ഭർത്താവിന് വേണ്ട, ഭർത്താവിന് ഭാര്യ, ഇവർക്ക് വേണ്ട നാട്ടുകാരാണ്. അങ്ങനെ ആവരുത്. ഇത് വലിയൊരു ദുരന്തമാണ്. സോഷ്യൽ മീഡിയ വന്നതുകൊണ്ടുണ്ടായ വലിയൊരു ദുരന്തം. എല്ലാവരും എൻ്റെ ഭർത്താവിന് റൊമാൻസ് ഇല്ല എന്ന് ഭാര്യ, എൻ്റെ ഭാര്യ അങ്ങനെ ഉരുട്ടിപ്പോവല്ലേ എന്ന് ഭർത്താവ് എവിടെ? എന്തിനങ്ങനെ പറയണം? ആ പറച്ചിലുകൊണ്ട് തകരുന്നത് എത്ര വലിയ സ്വത്വമാണ്, എത്ര വലിയ പുണ്യമാണ്, എത്ര വലിയ ദീനിന്റെ സ്തംഭമാണ് നമ്മൾ തകർത്ത് കളയുന്നത്. വീടെന്നത് സ്വർഗമാണ്. അല്ലാഹു നമ്മുടെ വീടുകൾക്ക് സന്തോഷം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കുടുംബജീവിതത്തിലൂടെ പറഞ്ഞു തന്ന ഈ സ്നേഹബന്ധങ്ങളൊക്കെ, ആ സ്നേഹമാണ് നമ്മുടെ മക്കളുടെ മേൽ പെയ്തിറങ്ങുന്ന കരുണയായി. ഈ സ്നേഹമാണ് മാറുന്നത്. തൻ്റെ ഭർത്താവിൽ നിന്ന് കിട്ടുന്ന സ്നേഹം ആ ഭർത്താവെന്ന് ജനിച്ച മക്കൾക്ക്, ആ ഉമ്മക്ക് വാരിക്കോരി കൊടുക്കാൻ പറ്റും. തൻ്റെ ഭാര്യയിൽ നിന്ന് കിട്ടുന്ന പെരുമാറ്റവും നല്ല ബഹുമാനവും ആദരവും തൻ്റെ ഭർത്താവിന് അനുഭവിക്കുമ്പോൾ ആ മക്കള്, ആ വീട്ടിൽ ജനിക്കുന്ന മക്കള് സന്തുഷ്ടരാണ്. രണ്ടുപേരും അവരെ സ്നേഹിക്കും. മക്കളെ എങ്ങാനും നമ്മൾ സ്നേഹിക്കാതെ വളർത്തുകയാണെങ്കിൽ നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകാൻ സാധ്യത കൂടുതൽ. എന്തേ? എൻ്റെ ഉമ്മയും വാപ്പയും എന്നെ സ്നേഹിക്കുന്നില്ല, പിന്നെയോ അത് നാട്ടുകാരിൽ നിന്ന്, എൻ്റെ സ്കൂളിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന് കിട്ടണം എന്നവർ വിചാരിക്കും. അതിനിടവരുത്തരുത്. ഉമ്മമാർ, അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ജീലൻ ത്വയ്യിബൽ അറാഖി. ഉമ്മ എന്നത് ഏറ്റവും നല്ല മദ്രസയാണ്. ഉമ്മ എന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തെ സ്കൂളാണ്, ആദ്യത്തെ ദർസാണത്, ആദ്യത്തെ പള്ളിക്കൂടമാണത്, ആദ്യത്തെ അറബി കോളേജ്, ആദ്യത്തെ കോളേജ്, എല്ലാം ഉമ്മയാണ്. ഉമ്മയാണ് എല്ലാം. ആദ്യത്തെ പാഠശാല ഉമ്മയാണ്. എന്തൊരു നല്ല അർത്ഥവത്തായ വാക്കല്ലേ അത്. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ജീലൻ ത്വയ്യിബൽ അറാഖി. ഏറ്റവും നല്ല
വീടായി നമ്മുടെ വീട് മാറും. നമ്മുടെ ഭാര്യ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉമ്മ ഏറ്റവും നല്ല മദ്രസയായി മാറുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ അത് മനസ്സിലാക്കി, താബിഉകൾ അത് മനസ്സിലാക്കി. വലിയ വലിയ മഹാരഥന്മാരായ ആളുകൾ ലോകത്ത് ഉടലെടുത്തത് നല്ല ഉമ്മമാരിലൂടെയാണ്. ഉമ്മമാരുടെ പ്രാർത്ഥന. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കി. ഉമ്മമാരെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കി. നല്ല ഹൈ ഫീസുള്ള സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തുകൊണ്ട് മാത്രം ആയില്ല. നിങ്ങൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കി. എപ്പോഴും ദ്വാരക്കി. നമുക്ക് വേണ്ടി ദ്വാരക്കുമ്പോഴൊക്കെ നമ്മുടെ ഭർത്താവിന്, നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഉമ്മത്തിന്, നമ്മുടെ സമൂഹത്തിന് ദ്വാരക്കണം. എല്ലാവരും ഉൾക്കൊള്ളിക്കണം. അതും കൂടെ പറയാം. ഞാനും എൻ്റെ കുട്ടികളും എൻ്റെ കുടുംബം അങ്ങനെ മാത്രം ചുരുങ്ങിപ്പോവരുത്. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ സഹോദരി സഹോദരന്മാരായി ഭൂമി ലോകത്തുള്ള സർവർക്കും വേണം. എല്ലാവർക്കും സന്തോഷം വരണം. എല്ലാവരും റാഹത്തിലാവണം. ലോകത്ത് യുദ്ധമുണ്ടാകരുത്, ലോകത്ത് അതിക്രമങ്ങൾ ഉണ്ടാകരുത്, കലാപങ്ങൾ ഉണ്ടാകരുത്. നമ്മുടെ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തോ ലോക മനുഷ്യർക്ക് വേണ്ടി ദുആ ചെയ്യണം. പ്രത്യേകിച്ച് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഉമ്മമാരുടെ പ്രാർത്ഥനയാണ്. 4 വയസ്സുള്ളപ്പോൾ മഹാനായ ബുഖാരി ഇമാമിന്റെ ഉമ്മയുടെ ബുഖാരി ഇമാം എന്ന ആ കൊച്ചുമോൻ, ബുഖാരി ഇമാമിന്റെ പേരെന്താ? മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി. ഞാൻ ഇന്നിപ്പോൾ രാത്രി പോയി, നാളെ ഉച്ചയോടുകൂടെ നാളെ മഗ്രിബോടുകൂടെ എത്തുന്നത് ബുഖാരി ഇമാമിന്റെ നാട്ടിലേക്കാണ്. സമർഖന്ദിലാണ് മഹാന്റെ മഖാമുള്ളത്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ. ഇമാം ബുഖാരി തങ്ങളുടെ ഖബർ എവിടെയാണ്? സമർഖന്ദിലാണ്. 4 വയസ്സുള്ളപ്പോൾ, ചില റിവായത്തിൽ 2 വയസ്സായിരുന്നപ്പോൾ കണ്ണിന്റെ കാഴ്ച, വസൂരി പിടിപെട്ടതാ. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ബുഖാരി ഇമാമിന്റെ കാഴ്ച പോയി. കാഴ്ചയുള്ള ഒരാൾക്കത് നഷ്ടപ്പെടുന്നത് ഭയങ്കര പ്രയാസമാണ്, അല്ലേ? ഷുഗർ വന്നിട്ടോ അല്ലാതെയൊക്കെ. അല്ലാഹു അത്തരം അസുഖങ്ങൾ വന്നവർക്ക് അല്ലാഹുവേ നീ വളരെ പെട്ടെന്ന് ആ കാഴ്ച തിരിച്ചു കൊടുക്കണേ പടച്ചോനെ. നിനക്കതിന് കഴിയുമല്ലോ റബ്ബേ, ശിഫ കൊടുക്കണേ റബ്ബേ. അത്തരം പരീക്ഷണങ്ങൾ കൊണ്ട് പരീക്ഷിക്കരുതേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇമാം ബുഖാരി തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബുഖാരി ഇമാമിന് അനുജനില്ല, ജ്യേഷ്ഠനില്ല, ആങ്ങളയില്ല, പെങ്ങളില്ല. ബുഖാരി ഇമാമിന്റെ പിതാവ് ചെറുപ്പത്തിൽ ബുഖാരി ഇമാമ് കുട്ടിയായിരിക്കെ മരിച്ചുപോയി. യതീമായി വളർന്ന മോനാണ്. അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി എന്ന് ലോക പണ്ഡിത സഭ ഒന്നിച്ച് അംഗീകരിച്ച ലോക പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ആധികാരികതയും സത്യസന്ധതയുടെയും 2ാമത്തെ കിതാബ് സ്വഹീഹുൽ ബുഖാരിയാണ്. ബുഖാരി ഇമാമിന്റെ സ്വഹീഹ് എന്ന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിന്റെ രചയിതാവ്, ഹദീസുകൾ സമാഹരിച്ചിട്ടുള്ള ലോകത്തിന്റെ പണ്ഡിതൻ, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഇമാമുന മുഹമ്മദ് ബിൻ ഇസ്മാഈൽ ബുഖാരി 4 വയസ്സായപ്പോ കണ്ണിന്റെ കാഴ്ച വസൂരി വന്ന് പിടിപെട്ടപ്പോ പ്രിയപ്പെട്ട ഉമ്മ ദുആ ഇറക്കുകയാണ്. അല്ലാഹുവേ, എൻ്റെ മോന് കാഴ്ച കൊടുക്കണേ. എൻ്റെ മോനെ ഞാൻ ഹദീസുകൾ പഠിപ്പിച്ച് നിന്റെ ദീനിന്റെ സംരക്ഷകനായി ലോകത്ത് ദഅവത്ത് ചെയ്യാൻ പറ്റുന്നൊരു ആലിമായി വളർത്തണമെന്ന് ആഗ്രഹമുണ്ടല്ലാ എന്ന് പറഞ്ഞ് സുബഹി നിസ്കാരത്തിന്റെ മുമ്പ് എഴുന്നേറ്റിരുന്നുകൊണ്ട് ആ ഉമ്മ ദുആ ചെയ്യുമായിരുന്നു. റബ്ബേ അല്ലാഹുമ്മ റുദ്ദ ബസറ ഇബ്നി, എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നീ തിരിച്ചു കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ ഒരു രാത്രി ഉമ്മാക്ക് സ്വപ്നം കണ്ടു. ചില ഉത്തരങ്ങളൊക്കെ അങ്ങനെ. ചിലർ നല്ല സ്വപ്നം കാണുന്നവരുണ്ട്. ആ സ്വപ്നം പകല് പോലെ പുലരും ചെയ്യും. ഇഷ്ടപ്പെട്ടവരോട് പറഞ്ഞാൽ മതി, നാട്ടുകാരോട് പറഞ്ഞെടുക്കണ്ട. അത് എന്നുണ്ടാവില്ല, കുറച്ച് സമയം ഉണ്ടാവില്ല, പിന്നെ അങ്ങ് പോവും. ചില സ്വപ്നങ്ങൾ അങ്ങനെ പകല് പോലെ ഫലഖിൽ ഫജ്ർ, പ്രഭാതം പോലെ തെളിഞ്ഞു വരുന്നതാണ് ചില സ്വപ്നങ്ങൾ. ചില സാത്വികയായ പെണ്ണുങ്ങൾ അങ്ങനെ കാണും, ആണുങ്ങൾ കാണുന്നുണ്ടാവും. ചില സ്വപ്നങ്ങൾ കണ്ടാൽ അങ്ങനെ സംഭവിക്കും. ചിലത് അങ്ങനെയാണ്. അത് ആത്മാക്കളുടെ റൂഹുകളുടെ കമ്മ്യൂണിക്കേഷനാണ്. റൂഹുകൾക്ക് നമുക്ക് ആക്സസ് ഇല്ലാത്തത് റൂഹിന് ആക്സസ് ഉണ്ടാവും. അവർക്കത് കാണാൻ പറ്റും, അറിയാൻ പറ്റും നേരത്തെ. ബീവി പറയുന്നു, ബുഖാരി ഇമാമിന്റെ ഉമ്മ പറയുകയാണ്, ഞാൻ സ്വപ്നം കണ്ടു, എൻ്റെ മോന് കണ്ണിന്റെ കാഴ്ച അല്ലാഹു തിരിച്ചു നൽകുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ടു. എൻ്റെ മോനെ ഞാൻ ഉറക്കത്തിൽ എഴുന്നേൽപ്പിക്കുമ്പോൾ പറഞ്ഞു, മോനെ അബ്ശിർ, സന്തോഷിക്കണേ മോനെ, സന്തോഷിക്കണേ എന്ന് പറഞ്ഞു. മോനെ, നിന്റെ കണ്ണിന്റെ കാഴ്ച അല്ലാഹു എനിക്ക് തിരിച്ചു തന്നത് ഞാൻ കണ്ടു മോനെ, അതുകൊണ്ട് കണ്ണ് തുറന്നു നോക്ക് എന്ന് പറഞ്ഞപ്പോ
ആ കണ്ണു തുറന്നുകൊണ്ട് ബുഖാരി ഇമാം എന്ന കൊച്ചുമോൻ മുഹമ്മദ് എന്ന മോന് പറഞ്ഞു, ഉമ്മാ എനിക്ക് നിങ്ങളെ കാണുന്നുണ്ടല്ലോ. ആ കണ്ണിന്റെ കാഴ്ച കിട്ടിയപ്പോൾ ആദ്യം കണ്ടത് ആ ഉമ്മയുടെ മുഖമാണ്. ആ ഉമ്മയുടെ പ്രാർത്ഥനയാണ് മഹാനവറുകൾ ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി എന്ന് പറയുന്ന പ്രഗത്ഭനായ ഹദീസ് പണ്ഡിതന്റെ അരികത്ത് ചെന്ന് ഹദീസ് പഠിച്ചിട്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുമുള്ള ഹദീസിന്റെ മുഹദ്ദിസുമാരെ കണ്ട് പരിചയപ്പെട്ട് അവരുമായി ഈ കൂടെയിരുന്ന് വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് ഇൽമ പഠിച്ചുകൊണ്ടാണ് സ്വഹീഹുൽ ബുഖാരി മഹാനവറുകൾ സമാഹരിക്കുന്നത്, ഹദീസുകൾ സ്വഹീഹുകൾ സമാഹരിക്കുന്നത്. പ്രിയപ്പെട്ട ഉമ്മയുടെ പ്രാർത്ഥനയാണത്. ചില ദഅവത്തുകൾ മുസ്തജാബത്തുൻ ഉത്തരമുള്ളതാണ്. ദഅവത്തുൽ വാലിദി ലിവലദിഹി വദഅവത്തുൽ വാലിദതി ലിവലദിഹാ. ഒരു പിതാവ് മകന് വേണ്ടി ദുആ ചെയ്യുന്നതും ഒരു ഉമ്മ മകന് വേണ്ടി മകൾക്ക് വേണ്ടി ഉപ്പയോ ഉമ്മയോ ദുആ ചെയ്യുന്നതും അല്ലാഹു സ്വീകരിക്കാൻ ഏറ്റവും കടപ്പെട്ടതാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖും വഅബ്ശിർ, എഴുന്നേൽക്ക് മോനെ, സന്തോഷിച്ചോളൂ. ഫഇന്നി കുൻതു അദ്ഉ, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. മുഹമ്മദേ എന്ന മുഹമ്മദ് ബിൻ ഇസ്മാഈൽ എന്ന കൊച്ചു ബുഖാരിയോട് ഇമാം തങ്ങളോട് അയ്യറുദ്ദല്ലാഹു അലൈക ബസറക ഫഉഖ്ബിർതു ബി നൗമതി ഹാദിഹി ബിൽ ഇജാബ, ഇന്നലത്തെ എൻ്റെ സ്വപ്നത്തിൽ അല്ലാഹു എനിക്കതിന് ഉത്തരം തന്നിരിക്കുന്നു എന്ന് മഹദി റളിയല്ലാഹു അൻഹ ബുഖാരി ഇമാമിനോട് പറഞ്ഞുകൊണ്ടാണ് ആ കുഞ്ഞ് എഴുന്നേൽക്കുന്നത്. അതൊരു ഉമ്മയുടെ പ്രാർത്ഥനയാണ്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ട്. ആ ഉമ്മയാണ് മഹദിയായ ഉമ്മു സുലൈം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹാ എന്ന മഹദി. അവർക്ക് ജനിച്ച മോനാണ് അനസ് ഇബ്നു മാലിക്. മാലിക് എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവ് അനസ് എന്നവരുടെ ഉപ്പ മരണപ്പെട്ടു പോയി. മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ ഒരേ ഒരു മോൻ, അന്ന് 10 വയസ്സാണ് അനസ് എന്നവർക്ക്. മദീനയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്ന സമയം, ഹിജറ നടന്ന സമയം, അത് ഹിജറ നടന്നത് റബീഉൽ അവ്വൽ 12-നായിരുന്നു. അല്ലാഹുവിന്റെ തർത്തീബ് നോക്കണം. ഹബീബ് മദീനയിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലെടുത്ത് വെച്ച അന്നത്തെ ദിവസം തിങ്കളാഴ്ചയുമാണ്, റബീഉൽ അവ്വൽ 12-ആണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഇസ്ലാമിക കലണ്ടർ അന്ന് ആരംഭിക്കുക, പക്ഷെ മുഹറം അതിന്റെ തലേ മുഹറം എന്ന് ആരംഭിക്കും. അന്നത്തെ ദിവസം അവ്വൽ യൗമിൻ അഹഖു അൻ തഖൂമ ഫീ എന്ന് പറഞ്ഞ ആ ദിവസം റബീഉൽ അവ്വൽ 12 യൗമുൽ ഇത്നൈൻ തിങ്കളാഴ്ച ദിവസമായിരുന്നു. മദീനക്കാർ മുഴുവനും പുണ്യനിബിതങ്ങൾക്ക് സമ്മാനങ്ങളുമായി വന്നപ്പോൾ ഓരോരുത്തർ ഹബീബിന് സമ്മാനം കൊടുക്കുകയാണ്. അത് മദീനക്കാരുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. വല്ലാത്ത സ്നേഹമുള്ളവരാണ്. എനിക്ക് മദീനയിൽ അൻസ്വാരിയായ ഒരു സഹോദരനുണ്ട്, എൻ്റെ സുഹൃത്തുണ്ട്, മദീനക്കാരനായ തലാൽ എന്ന് പറഞ്ഞ സഹോദരൻ. അള്ളാഹു അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഉമ്മയുണ്ട്, വളരെ സ്നേഹനിധിയായൊരു ഉമ്മ. കേരളത്തിൽ കൊല്ലത്തിൽ 2-3 പ്രാവശ്യം കേരളത്തിൽ വരും. നമ്മൾ മലയാളികളായ ആളുകൾ ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹുർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. മദീനയിൽ ഖുബാ പള്ളിൻ്റെ അടുത്ത് മദീനയിൽ പോകുമ്പോഴൊക്കെ വിളിച്ചുകൊണ്ടുപോകും, വീട്ടുകൊണ്ടുപോകും. അവിടെ നിന്ന് ചായയും വെള്ളമൊക്കെ തരും, കുറേ ഇരിക്കും, സംസാരിക്കും. ഉമ്മ ഇടയ്ക്ക് വിളിക്കും, മോനെ എന്ന് വിളിക്കും. അങ്ങനെ വിളിക്കുക, എൻ്റെ മോനാണെന്ന് പറഞ്ഞിട്ട് സംസാരിക്കും. എനിക്കൊരു ഉമ്മയുടെ സ്ഥാനമുള്ള ഒരു ഉമ്മയാണ്. തലാൽ എന്ന മകൻ വളരെ നല്ലൊരു ചെറുപ്പക്കാരൻ, മാഷാ അള്ളാഹ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുണ്ട് അക്ബർ, മലയാളിയാണ്, അരീക്കോട്ടുകാരനാണ്. അവരാണെങ്കിലോ ചങ്ക് ബ്രോ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവരെ പോലത്തെ ചങ്കുകളില്ല, ഞാൻ കണ്ടിട്ടില്ല. കാരണം തലാൽ എന്നത് സൗദിയാണ്, അവൻ്റെ കഫീലാണ്. പക്ഷെ തലാലും അക്ബറും രണ്ടാൾക്കും ഒരു വാട്സപ്പും ഒരു ഫോണേ ഉള്ളൂ. ആലോചിക്കും, ബാക്കി നിങ്ങൾ വിചാരിച്ചൂടെ? തലാൽ ചോറ് വയ്ക്കണമെങ്കിൽ അക്ബർ ചോറ് വയ്ക്കണം. അക്ബർ ഉണ്ടെങ്കിലേ തലാൽ തിന്നുള്ളൂ. അക്ബറിന് തലാൽ ഇസ്തിരി ഇട്ട് കൊടുക്കും, തലാലിന് അക്ബർ ഇസ്തിരി ഇട്ട് കൊടുക്കും. രണ്ടാൾ അങ്ങോട്ട് കൊടുക്കും. തലാൽ ഒരിക്കലും അക്ബറിനോട് കാർ ഓടിക്കാൻ പറയില്ല, എപ്പോഴും തലാല ഓടിക്കുക. അപ്പോൾ ഞാൻ ഒരിക്കൽ ചോദിച്ചു, എന്താ അക്ബറിന് ലൈസൻസ് ഇല്ല? ലൈസൻസൊക്കെ ഉണ്ട്, പക്ഷെ അക്ബർ വണ്ടി ഓടിക്കുമ്പോൾ, ഞാൻ സൗദിയല്ലേ, ഞാൻ ഇപ്പുറത്തിരിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും എൻ്റെ ഡ്രൈവറാണ്, അവൻ്റെ അഹാണ്, അവൻ എൻ്റെ സഹോദരനാണ്. ഇതൊക്കെ മദീനക്കാർക്ക് ആ മനസ്സ് വരും. വല്ലാത്ത സ്നേഹം. എൻ്റെ ഡ്രൈവറാന്ന് നാട്ടുകാർ വിചാരിക്കാൻ പാടില്ല. എന്നിട്ട് എന്നോട് ഇടയ്ക്ക് പറയും, ഉസ്താദ് മന്ദിച്ചു തരണേ, ഞങ്ങൾക്ക് രണ്ടാക്കും കണ്ണേറ് കൊള്ളുന്നുണ്ട്, കാരണം ഞങ്ങൾ ഇങ്ങനെ നടക്കുക ഒരുമിച്ച്. ഉച്ചൈബ് എന്ന് പറയുന്ന ഒരു
അനുജനുണ്ടായിരുന്നു, ജ്യേഷ്ഠനുണ്ടായിരുന്നു തലാലിന്. അദ്ദേഹം മരണപ്പെട്ട ഒരു ആക്സിഡൻറ്റിൽ. അന്നാണ് അക്ബർ അവിടെ എത്തുന്നത്. ഉമ്മ പറഞ്ഞു, ഈ അക്ബർ ഇനി എൻ്റെ മകനാണ്, മരിച്ചുപോയ മകൻ്റെ സ്ഥാനത്താണ്. രണ്ടാൾക്കും കച്ചവടമുണ്ട്. അത്ഭുതം എന്താ പറയുക, ഈ കച്ചവടത്തിൻ്റെ പകുതിയാണ്, പകുതി തലാലിന് പകുതി അക്ബർ. അങ്ങനത്തെ ഒരു സൗഹൃദം. ഇങ്ങനെയുണ്ട് അറബികൾ, മനസ്സിലാക്കണം. നമ്മൾ പിടിച്ചെടുക്കണമല്ലേ കേട്ടിട്ടുള്ളൂ. ഇങ്ങനെ അങ്ങോട്ട് വാരിക്കോരി കൊടുക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത സ്നേഹബന്ധം. മദീനക്കാരങ്ങനെ. ഹബീബ് മദീനയിൽ വന്നപ്പോൾ നാട്ടുകാർ ഒരുപാട് അൻസ്വാരികൾ ഹബീബിന് സമ്മാനങ്ങൾ, ഈത്തപ്പഴം, അതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ച ഭക്ഷണങ്ങൾ, ഒട്ടകത്തിൻ്റെ പാല്, അങ്ങനെ പിന്നെ ജുബ്ന, ഇതൊക്കെ കുറേ സാധനങ്ങൾ കൊണ്ടുപോയി ഹബീബിന് കൊടുത്തു. വസ്ത്രം കൊടുത്തവര് ചിലര് ഹബീബിന് മുമ്പ് നിന്ന് പാട്ടുപാടി കൊടുത്തു, തങ്ങളെ പുകഴ്ത്തിയിട്ട്. അതാണ് മൗലിദ് എന്ന് പറഞ്ഞാൽ, തങ്ങളെ പുകഴ്ത്തി പറയാ. ഹബീബിന്റെ മുമ്പിൽ നിന്നിട്ട് പാട്ടുകൾ അങ്ങനെ പാടി. ഒരു ഉമ്മ കുറേ കഴിഞ്ഞിട്ട് വന്ന്, പൊന്നാര നബിയെ, നിങ്ങൾ വന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, എനിക്ക് അന്ന് വരാൻ പറ്റിയില്ല, ഞാനൊരു പാട്ട് റെഡിയാക്കി വെച്ചിരുന്നു, നിങ്ങൾ വരുമ്പോൾ പാടിത്തരാൻ. 80 വയസ്സ് കഴിഞ്ഞൊരു വല്യമ്മയെ പറയേണ്ടത്, ആ പാട്ട് ഞാൻ അങ്ങയുടെ മുമ്പിൽ ഇപ്പൊ ഒന്ന് പാടി തന്നോട്ടെ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ ഉമ്മ എന്ന് പറഞ്ഞു. ഇവിടെ ഉമ്മ ഹബീബിന് മുമ്പിൽ ഒന്ന് ഹബീബിനെ പുകഴ്ത്തിയിട്ട് ആ പാട്ട് പാടിയിട്ട് പോയി. ഇതൊക്കെ മദീനക്കാരുടെ മനസ്സാണ്. അപ്പോൾ അനസ് എന്നവരുടെ ഈ ഉമ്മ സുലൈം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹയുടെ ഒരേ ഒരു മകൻ, ആണും പെണ്ണുമായിട്ട് ഒന്നേ ഉള്ളൂ, അനസ് ബിൻ മാലിക്. ഭർത്താവ് മരിച്ചു ചെയ്തു. അനസ് റളിയല്ലാഹു അൻഹുവിന് 10 വയസ്സാണ്. ആ 10 വയസ്സുള്ള മോനെയും കൈപിടിച്ചു കൊണ്ടുവന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരേ, പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാദാ ഖുവൈദിമുക, അങ്ങേക്ക് സേവനം ചെയ്യാൻ വന്ന ഒരു ചെറിയ ഖാദിമാണിത്. അനസുൻ യഖ്ദുമുക, എൻ്റെ അനസ് നബിയെ, അങ്ങേക്ക് ഖാദിമായിട്ട് ഇവിടെ നിന്നോട്ടെ, എനിക്ക് സമ്മാനം തരാൻ വേറെ ഒന്നുമില്ല നബിയെ, എൻ്റെ ഒരേ ഒരു മകൻ. അങ്ങേക്ക് വെള്ളം വേണം, ഭക്ഷണം വേണം, ചെരുപ്പെടുത്ത് വെക്കണം, അങ്ങയുടെ വാഹനം റെഡിയാക്കണം, അങ്ങേക്ക് എന്തെങ്കിലും പോയി വാങ്ങിച്ചു കൊണ്ടുവരണം, ഇതിനൊക്കെ ആള് വേണ്ടേ വീട്ടിൽ? ഓടി നടക്കാൻ പറ്റുന്ന ഈ 10 വയസ്സുള്ള എൻ്റെ മോൻ അനസിനെ നബിയെ, ഞാൻ അങ്ങേക്ക് സമ്മാനമായി ഖാദിമായി നിർത്താൻ വേണ്ടി ഞാനിവിടെ ഏൽപ്പിച്ചു പോവുകയാണ് റസൂലേ, എൻ്റെ അനസിനെ നിങ്ങൾ സ്വീകരിക്കണേ. അനസ് റളിയല്ലാഹു അൻഹുവിന് ആ വലിയൊരു ഭാഗ്യം ലഭിച്ചു. ആ ഉമ്മ ചെയ്ത സേവനമാണത്. നമ്മൾ പള്ളി ദർസിലും അറബി കോളേജിലും ബോർഡിങ്ങിലും നല്ല സ്ഥാപനങ്ങളിലും കൊണ്ടുപോയി ആക്കി വരുമ്പോഴേ നമുക്ക് ഭയങ്കര സങ്കടം വരും അല്ലേ? നമ്മുടെ നാട് വിട്ട് നമ്മുടെ മക്കള് ആ രാത്രി നമ്മുടെ കൂടെ, നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ച് നമ്മുടെ കൂടെ കിടന്നുറങ്ങണം എന്ന് ആഗ്രഹിച്ചിരുന്ന മക്കള് 10 വയസ്സായിട്ടേ ഉള്ളൂ, അവന് ഹോസ്റ്റലിലാണ്, അറബി കോളേജിലാണ്, ദർസിലാണ്, എവിടെയെങ്കിലും സ്ഥാപനത്തിൽ പഠിക്കുകയാണ്, ബോർഡിംഗ് സ്കൂളിലാണ്. ഒരു 2-3-4 ആഴ്ച കഴിഞ്ഞ് കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും. ആ കുട്ടിക്കല്ല, ഉമ്മാക്കും വാപ്പാക്കും, പ്രത്യേകിച്ച് ഉമ്മക്ക്. കുറേ കുട്ടികളൊക്കെ പഠിപ്പ് നിർത്തിയത് ഉമ്മാൻ്റെ ഈ സ്നേഹം കൊണ്ടാണ്. എൻ്റെ കുട്ടി ഇല്ലാണ്ട് എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കുട്ടീനെ പിടിച്ചുകൊണ്ടുവന്നു. എന്ത് ചെയ്യാനാ, കുട്ടിക്ക് പഠിക്കാൻ പറ്റിയില്ല. ആ സ്നേഹം ആ ഉമ്മാക്കുണ്ടാവില്ലേ? അനസെന്ന മോൻ അവിടെ ആക്കി വരുമ്പോ. പക്ഷേ ഇതെന്റെ ഹബീബിന്റെ അരികത്താണ്, ഹബീബിന്റെ അരികത്താണ്, ഹബീബിന്റെ കൂടെ നാളെ സ്വർഗത്തിലേക്ക് പോകുന്ന ഖാദിമായിട്ട് വരണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരേ ഒരു മകനെ മഹദി റളിയല്ലാഹു അൻഹു ഉമ്മു സുലൈം ബീവി ഹബീബിന്റെ വീട്ടിലാക്കി പോന്നു. ആ മോനാണ് 100 വയസ്സുള്ളപ്പോഴും ഇറാഖുകാർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്ത അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ആയിഷന് വേണ്ടി ഹബീബ് ദുആ ചെയ്തതാ. 100 കഴിഞ്ഞിട്ട് അനസ് എന്നവർ വഫാത്താകുന്നത്. അഭിമാനത്തോടെ പറയും, ഖദംതു റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിന് ഞാൻ ഖിദ്മത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നോട് ചെയ്യാൻ പറഞ്ഞ ഒരു പണി ഞാൻ ചെയ്യാതിരുന്നപ്പോ എന്തുകൊണ്ട് അനസേ നിങ്ങളത് ചെയ്തില്ല എന്നോ? ഞാൻ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുമ്പോ എന്തുകൊണ്ട് അനസേ നിങ്ങളത് ചെയ്തു എന്നോ? മാ ആതബനി, എന്നെ ഒരിക്കലും എൻ്റെ ഹബീബ് ആക്ഷേപിച്ചിട്ടില്ല. എൻ്റെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന വാക്കുകൾ എൻ്റെ ഹബീബ് എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാകാം, നമ്മുടെ കൂടെ പഠിച്ചവരാകാം. ഇന്ന് നിങ്ങൾ മുതലാളിയായി മാറിയിട്ടുണ്ട്,
ഇന്നലെ വരെ കൂടെ കളിച്ചിരുന്ന ആൾ ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചണിൽ പാത്രം കഴുകുകയോ ഭക്ഷണം ഉണ്ടാക്കുകയോ ചെയ്യേണ്ട ഗതികേട് ആ മനുഷ്യൻ്റെ ദാരിദ്ര്യം കൊണ്ട് തൻ്റെ കൂട്ടുകാരൻ്റെ പണിക്കാരനായി ജോലി ചെയ്യേണ്ടി വന്നേക്കാം. പരിചയമില്ലാത്തവരുണ്ടാകാം. തന്നെക്കാൾ സമ്പത്ത് കുറഞ്ഞു എന്നൊരു കുറവല്ലാതെ ആ മനുഷ്യർക്കൊന്നും വേറെ കുറവുകളില്ലല്ലോ. അതുകൊണ്ട് ഒരിക്കലും ഞാനൊരു മുതലാളിയാണെന്ന ഭാവേന എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് ശകാരിക്കുകയോ ഒച്ചവെക്കുകയോ ഇകഴ്ത്തുകയോ ചെയ്യുന്ന പെരുമാറ്റങ്ങൾ ഒരു എംപ്ലോയറും തൻ്റെ എംപ്ലോയികളോട് ചെയ്യരുത് എന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.